السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, തൗഹീദ് പഠിക്കാൻ നാം തിരഞ്ഞെടുത്ത ഗ്രന്ഥമായ കിതാബ് തൗഹീദ്, അതിൻ്റെ രണ്ടാമത്തെ ദർസിലാണ് നാം ഉള്ളത്. ആദ്യ പാഠത്തിന് മുമ്പായുള്ള ചില ആമുഖങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കറിയാം, അദ്ദേഹം ഓരോ അധ്യായവും കൊണ്ടുവരുന്നത് അതിൽ ആയത്തുകളും ഹദീസുകളുമാണ് അദ്ദേഹം കൊടുക്കാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ സ്വഹാബികളുടെ വാക്കുകളും അദ്ദേഹം വിശദീകരണമായി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വിശദീകരിക്കുന്ന ഒരാളുടെ ദൗത്യം ആ ആയത്തുകളുടെ താല്പര്യം എന്താണ്, ആ ആയത്തുകൾ ഈ അധ്യായത്തിന് കീഴിൽ കൊണ്ടുവന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കലാണ്. അതോടൊപ്പം തന്നെ ഓരോ ആയത്തിലും ചിലപ്പോൾ തൗഹീദിനു പുറമേയുള്ള നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ അനിവാര്യമായ ചില പാഠങ്ങളും ഉണ്ടാകും. അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ള ആയത്ത് നാം നേരത്തെ കേട്ടിട്ടുള്ളതാണ്. നാം പറഞ്ഞു, അദ്ദേഹം കിതാബ് ആരംഭിച്ചത് കിതാബ് തൗഹീദ് വഖൗലില്ലാഹി തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്താണ് ഒന്നാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ് അദ്ദേഹം ഒന്നാമതായി കൊടുത്തിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, മനുഷ്യനെയും ജിന്നിനെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, അഥവാ തൗഹീദിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അഥവാ മനുഷ്യനെ ആകട്ടെ ജിന്നുകളെ ആകട്ടെ മുഴുവൻ പടപ്പുകളാകട്ടെ, ആകാശങ്ങളാകട്ടെ ഭൂമികളാകട്ടെ, അതിനിടയിലുള്ള മുഴുവൻ കാര്യങ്ങളെ ആകട്ടെ, മലക്കുകളെ ആകട്ടെ ജിന്നുകളെ ആകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് തൗഹീദിന് വേണ്ടി മാത്രമാണ്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് എന്നറിയിക്കുകയാണ് ഈ ആയത്ത്. തൗഹീദ് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ്, തൗഹീദ് നിർബന്ധമാണ് എന്നറിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി ബാക്കിയുള്ള മുഴുവൻ പടപ്പുകളെയും മുഴുവൻ ജീവജാലങ്ങളെയും മനുഷ്യൻ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. അത് വേറൊരു കാര്യത്തിനുള്ള ഉത്തരം കൂടിയാണ്. അഥവാ തൗഹീദിന് വേണ്ടി മാത്രമാണ് നമ്മെ പടച്ചത് എങ്കിൽ, ഇബാദത്തിന് വേണ്ടി മാത്രമാണ് നമ്മെ പടച്ചത് എങ്കിൽ, നാം എല്ലാ നേരത്തും ഇബാദത്തല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ നിസ്കാരവും നോമ്പും തുടങ്ങിയുള്ള ഇബാദത്തുകൾ മാറ്റിവെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം? എന്താണ് തൗഹീദിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ പടച്ചത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? അതിൻ്റെ ഉത്തരം, ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന് സഹായകമാകുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിച്ചു പോവുകയും വേണം. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പല കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ പോകുന്നവരുണ്ടാകും, ജോലിക്ക് വേണ്ടി ഓഫീസുകളിൽ പോകുന്ന ആളുകളുണ്ടാകും. ഈ ആളുകളെല്ലാം മറന്നു പോകാതെ അവരുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട കാര്യം, ഞാൻ പടച്ചത് ഇതിനു വേണ്ടിയിട്ടല്ല, ഞാൻ പടക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഈ പോകുന്നത്? ഈ ഒരു കാര്യത്തിന് എനിക്ക് സഹായകമാകുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ, ഈ ദുനിയാവിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് റിസ്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി നൽകിയ റിസ്ക് അവൻ ഭൂമിയിൽ വിശാലമാക്കി നൽകിയിട്ടുണ്ട്. അത് തേടിക്കൊള്ളുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിസ്ക് എനിക്ക് തേടണമെങ്കിൽ ഇത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതല്ലാതെ നമ്മൾ മാത്സ് പഠിക്കുന്നതാകട്ടെ സയൻസ് പഠിക്കുന്നതാകട്ടെ അത് അതിനുവേണ്ടി മാത്രമല്ല. മാത്സിൽ എന്തെങ്കിലുമൊക്കെ ഗണിതശാസ്ത്ര പണ്ഡിതനായി അതിലൊതുങ്ങിക്കൂടാനല്ല നമ്മളത് പഠിക്കുന്നത്.
നമ്മൾ എന്തു പഠിക്കുമ്പോഴും നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇത് പഠിച്ചിട്ട് എനിക്കിതെൻ്റെ ദുനിയാവിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ഇതെനിക്ക് സഹായകമാകണം. എങ്കിലാണ്, ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വഴിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പലരും ഇത് മറന്നു പോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരെ സ്കൂളിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത് എന്നുള്ള പോലെ ആയിരിക്കും. അല്ലെ, അതുകൊണ്ടാണ് അവിടെ പോകുമ്പോൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന പരമപ്രധാനമായ പല കാര്യം മറന്നു പോകാൻ, തൗഹീദിൻ്റെ കാര്യം മറന്നു പോകാൻ, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറുക്കപ്പെടുന്ന കാര്യങ്ങൾ കഴിക്കുന്നതിനോ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ ഇബാദത്ത് ചെയ്യുന്ന പല ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോഴും അവർക്ക് യാതൊരു പ്രയാസവും തോന്നുന്നില്ല. കാരണം അവർ വിചാരം ഞാൻ പടക്കപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നിസ്കാരം, 5 നേരത്തെ നിസ്കാരം അത് നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ ആ സ്കൂളിലോ കോളേജിലോ ഉണ്ടെങ്കിൽ അവർക്ക് യാതൊരു പ്രയാസവും തോന്നുന്നില്ല. കാരണം അവരുടെ ചിന്ത വരുന്നത് ഞാൻ ഈ SLCക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പടക്കപ്പെട്ടത് എന്നതുപോലെ ആയിരിക്കും. അതിന് തടസ്സമാകുന്ന കാര്യങ്ങളൊക്കെ നീക്കുക. എൻ്റെ പഠനമാണ് ഏറ്റവും മുഖ്യം. അതിന് നിസ്കാരം തടസ്സമാണോ എങ്കിൽ നിസ്കാരത്തെ നമ്മൾ പിന്തിപ്പിക്കുക, അത് മാറ്റി വെക്കുക. എൻ്റെ പഠനം നടക്കട്ടെ എന്നാണ്. ഇനി കുറച്ചു കാലം നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഉപദേശിക്കുന്ന മാതാപിതാക്കൾ പോലും ഉണ്ട്. നീ ദീൻ്റെ കാര്യമൊക്കെ പിന്നെ ചിന്തിക്കാം, ദുനിയാവിലൊരു കാര്യം, നീ ഒറ്റക്കാലിൽ നിൽക്കുന്ന 2 കാലിൽ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാകട്ടെ, എന്നിട്ട് നിൻ്റെ ദീനൊക്കെ നീ പാലിച്ചോളൂ എന്നൊക്കെ പറയും. അള്ളാഹു കൽപ്പിച്ച പല കാര്യങ്ങളെയും ഒഴിവാക്കാനൊക്കെ ചില മാതാപിതാക്കൾ മക്കൾ കൊടുക്കുന്ന ഉപദേശം അതായിരിക്കും. നീ ആ താടിയൊക്കെ ഇപ്പോഴൊന്ന് വടിച്ച് കളയും, നീ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വേണേൽ നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. നീ ഇപ്പോഴേ ഇങ്ങനെ ജീവിച്ചാൽ, ഈ രൂപത്തിൽ നീ ഇപ്പോഴേ ജീവിച്ചു തുടങ്ങിയാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, നല്ല ഉന്നതമായ ജീവിതം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവരൊക്കെ ചിന്തിക്കുന്നത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മളിവിടെ പടക്കപ്പെട്ടതുപോലെയാണ്. നമ്മൾ ഒരുപാട് ജോലിയെടുത്ത് ഒരുപാട് സമ്പത്തുണ്ടാക്കി ഇവിടെ എന്തോ കാലാകാലം ജീവിക്കാൻ പോകുന്നത് പോലെ ആണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിൻ്റെ ബോധ്യമുള്ള ഒരാൾ എല്ലാ കാര്യം ബുദ്ധിപൂർവ്വം അവൻ ഉപയോഗിക്കും. അവൻ ദുനിയാവ് പാടെ ഉപേക്ഷിക്കുന്നവനല്ല, മറിച്ച് ദുനിയാവ് അവൻ ഉപയോഗിക്കും. പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തിന് സഹായകമാകുന്ന രൂപത്തിലായിരിക്കും എന്ന് മാത്രം. അവൻ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തയായിരിക്കും, ഈ കച്ചവടത്തിലൂടെ നല്ല സമ്പത്തുണ്ടാക്കി എനിക്ക് അള്ളാഹുവിനെ ഒഴിഞ്ഞിരുന്ന് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് സഹായകമാകണം. അതേപോലെ ഒരുപാട് ആളുകളെ സഹായിച്ച് എനിക്കത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു കാരണമായി തീരണം. പാവപ്പെട്ട ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ട്, അവർക്ക് ചിലപ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ സാധിക്കുകയില്ല, എൻ്റെ അത്ര ബുദ്ധി അവർക്ക് ഉണ്ടാവുകയില്ല കച്ചവടത്തിൽ. അപ്പോൾ അവർക്കൊക്കെ സഹായം ഞാൻ നൽകണം. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വലിയ പുണ്യപ്രവർത്തികളാണ്. അങ്ങനെ അതെല്ലാം നടത്തിക്കൊണ്ട് എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കണം എന്നൊരു കച്ചവടക്കാരൻ ചിന്തിക്കും. ഇനൊരു ഡോക്ടറാകട്ടെ, ഒരു എഞ്ചിനീയർ ആകട്ടെ, ഏത് മേഖലയിലുള്ള ഒരാളാകട്ടെ, അവൻ്റെ ജീവിത ലക്ഷ്യം ഇതാണ് എങ്കിൽ അവൻ എടുക്കുന്ന അതാത് ജോലിയിൽ ഏതെങ്കിലും കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഇബാദത്ത് എന്ന് പറയുന്ന ഈ ഏറ്റവും മഹത്തരമായ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന എന്തും അവൻ എന്ത് ചെയ്യും, അവൻ ബോധപൂർവം അതിനെ മാറ്റി വെക്കുന്നതായിരിക്കും. ഇതെനിക്ക് സാധിക്കും, ഇതെൻ്റെ ഒരു വഴിമുടക്കിയാണെന്ന് ഞാൻ മനസ്സിലാക്കും, ഇതെൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ളൊരു വഴിമുടക്കിയാണ്, ഞാൻ അവിടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ നിന്ന് എനിക്ക് തടസ്സമാണിത് എന്ന് മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യും, അതിൽ മാറി. അപ്പം അങ്ങനെ അവൻ നോക്കിയാൽ അവൻ്റെ ദുനിയാവ് മുഴുവനും അള്ളാഹു തആല സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, അവൻ്റെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി, അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണെന്ന് അവൻ തിരിച്ചറിയും. ആ ബോധ്യമുള്ള ആൾ ഏത് സ്ഥലത്താണെങ്കിലും ശരി ആ അവസരത്തിൽ അവൻ ജീവിക്കും. ഏത് മേഖലയിലാണെങ്കിലും ശരി ജീവിത ലക്ഷ്യം മറന്നിട്ടില്ല എങ്കിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി അവൻ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഇനി നോക്കൂ, ഇവിടെ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലാ ലിയുവഹിദൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാക്കുന്നതിന് വേണ്ടി എന്ന് മുൻഗാമികൾ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, തഫ്സീർ ചെയ്തിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ ഒരുപാട് മുഫസ്സിറുകൾ മുൻഗാമികൾ തന്നെ എന്തു പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാര്യം, ആ തഫ്സീറിന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഇബാദത്തും ഇബാദത്താകണമെങ്കിൽ അത് തൗഹീദുള്ളതായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തതായിരിക്കണം, എങ്കിൽ മാത്രമേ അതൊരു ഇബാദത്തായി പരിഗണിക്കുകയുള്ളൂ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം അതെല്ലാവർക്കും പറഞ്ഞ എളുപ്പത്തിൽ അറിയുന്ന കാര്യമാണ്. നിസ്കാരത്തിൽ എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളുടെ പ്രശംസയോ അവരുടെ പുകഴ്ത്തലുകളോ ഒരാൾ പ്രതീക്ഷിച്ചാൽ അത് ഇബാദത്തായി മാറുകയില്ല. അത് കേവലം റിയാ ആയി മാറി, ലോകമാന്യമായി മാറി. എത്ര ദീർഘനേരം നിസ്കരിച്ചാൽ പോലും ആ നിസ്കാരം അത് ബാത്തിലായി പോകും, സ്വീകരിക്കുകയില്ല. കാരണം അത് ഇഖ്ലാസ് ഇല്ല. ഇപ്പം ഇബാദത്തിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ, തൗഹീദ് ഇല്ലെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടില്ല എങ്കിൽ
ആ ഇബാദത്താണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെയാണ് പ്രാർത്ഥന, അതേപോലെ തന്നെയാണ് സഹായതട്ടം. നിസ്കാരം പോലത്തെ അല്ല, അതിനേക്കാളും പരമപ്രധാനമായ ഇബാദത്താണ് പ്രാർത്ഥനയും സഹായതട്ടമൊക്കെ. അപ്പം അതിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന് പറയുന്ന കാര്യമില്ല എങ്കിൽ, പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളിൽ നീ തിരിയുന്നുണ്ട് എങ്കിൽ നീ തിരിച്ചറിയുക, നിന്റെ പ്രാർത്ഥന ഇബാദത്തായിട്ടില്ല. അപ്പം ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും അത് ബുദ്ധിപരമായും ശറഇന്റെ തെളിവുകളോടും യോജിക്കുന്ന തഫ്സീറാണ് ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം ഇല്ലാ ലിയുവഹിദൂൻ, തൗഹീദിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് എന്നാണ് ആ ആയത്തിൻ്റെ താല്പര്യം. ഇനി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി എന്ന് പറയുന്ന ഒരു ലാമിനെ കാണാൻ പറ്റും. ചില ഭാഷാപരമായ കാര്യങ്ങളടക്ക് പഠിക്കുന്നത് വളരെ ഉപകരിക്കുന്ന കാര്യമാണ്. ഇല്ലാ ലിയഅ്ബുദൂൻ, ആ ലാമാണ് നമുക്ക് ഈ വേണ്ടി എന്ന അർത്ഥം നമുക്ക് തരുന്നത്. അതായത് ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചത് എന്നാണ്. ഈ ലാമിന് പണ്ഡിതന്മാർ പറയും, ഈ ലാമുൽ ഇല്ല, ഒരു കാരണത്തിന് വേണ്ടി ഉള്ള ലാമ് പല അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഈ ലാമുൽ ഇല്ല, ഒരു കാരണത്തിന് വേണ്ടിയിട്ടുള്ള ലാമ് എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിന് അറബിയിൽ പറയാറുള്ളത് ഒന്ന് ഗായിയ ഒന്നാണ്. ഗായിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അനിവാര്യമായും സംഭവിച്ചിരിക്കുമെന്നാണ്. അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഖുലിഖ്ത ലിതമൂത്ത്, നീ സൃഷ്ടിക്കപ്പെട്ടത് മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നീ മരിച്ചിരിക്കും. കാരണം സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ ആളുകളും മരിച്ചിരിക്കും. അതിൽ നിന്നും മാറാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അത് നിർബന്ധമായും സംഭവിക്കുന്നതായ ഒരു കാര്യം എന്ന അർത്ഥത്തിലാണ് ഇത്. എന്നാൽ ഇവിടെ പറഞ്ഞ ഈ ലാമ് ആ അർത്ഥത്തിലല്ല. ഇവിടെ പറഞ്ഞ ലാമ് അതിന് പണ്ഡിതന്മാർ പറയുന്നത് ലാമുൽ ഹിക്മ, നിന്നെ പടച്ചതിൻ്റെ ലക്ഷ്യം പറയുന്ന ലാമാണ്. എന്ന് വെച്ചാൽ ഏതുപോലെ അറബി ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും, ഇഷ്തറൈതുൽ കിതാബ ലി അഖ്റഅഹു, ഞാൻ കിതാബ് വാങ്ങി, ലി അഖ്റഅഹു അത് വായിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ കിതാബ് വാങ്ങി എല്ലാവരും അത് വായിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, കിതാബ് വാങ്ങിയിട്ട് അതേപോലെ ഷെൽഫിൽ വെച്ചിട്ടുള്ള ആളുകളുണ്ടാകും. വായിക്കാതിരിക്കാം. അപ്പം ആ രണ്ടാമത്തെ അർത്ഥത്തിലുള്ള ലാമാണ് ഇവിടെ. എന്തിനാണ് അത് പറയുന്നത്? കാരണം ഇല്ലാ ലിയഅ്ബുദൂൻ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പടച്ചത് എങ്കിൽ നമ്മൾ ചിന്തിക്കാം, പിന്നെ അങ്ങനെ കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഗായിയ അല്ല, അനിവാര്യമായി സംഭവിക്കുന്ന കാര്യമല്ല, മറിച്ച് സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അതിലാളുകൾ അള്ളാഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാകാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റുള്ളവരെയും ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാകാം. ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ പ്രത്യേകം പറഞ്ഞ് ശ്രദ്ധിക്കണം, ജിന്നുകളെയും മലക്കുകളെയും കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ രണ്ട് വിഭാഗത്തിനാണ് ഈ ഓപ്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അവർക്ക് വേണമെങ്കിൽ ഇമ്മ ഷാക്കിറൻ ഇമ്മ കഫൂറ, ഒന്നുകിൽ നന്ദിയുള്ള ആളുകളായി മാറാം, അല്ലെങ്കിൽ നന്ദി കെട്ടവരായി മാറാം. മലായിക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? മലായിക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ആദരണീയരായ പടപ്പുകളാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ വൽ മലായികത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം മലക്കുകൾക്ക് ഇങ്ങനെ രണ്ടാലൊരു രീതിയിലുള്ള ഓപ്ഷൻ ഇല്ല. മലക്കുകൾ നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. അവർക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിൻ്റെ ജീവിതമില്ല. മലക്കുകൾ നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. എന്നാൽ ഈ പറയപ്പെട്ട മലക്കുകളും ജിന്നുകളും ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറയുമ്പോൾ അവരിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവരുണ്ട്, ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ആ ലാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചത് എന്നാണ്. എന്നാൽ പലരും ആ ലക്ഷ്യം അത് എന്ത് ചെയ്യുന്നില്ല, അത് കണ്ടെത്തുന്നില്ല, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ ഇബാദത്തില്ലാ ലിയഅ്ബുദൂൻ എന്ന് പറയുമ്പോൾ ഇബാദത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇബാദത്ത് എന്ന് നമ്മൾ അറിയണം. മഹാന്മാരായ പണ്ഡിതന്മാർ മനോഹരമായ പല തഫ്സീറുകളും വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതിലേറ്റവും മനോഹരമായതും പണ്ഡിതന്മാർക്കിടയിൽ നൂറ്റാണ്ടുകളായി പ്രചരിച്ചിട്ടുള്ളതുമായ ഒരു വിശദീകരണമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഉബൂദിയ്യ എന്ന ഗ്രന്ഥത്തിൽ എന്താണ് ഇബാദത്ത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഇസ്മുൻ ജാമിഉൻ, അതൊരു സമഗ്രമായ പദമാണ്. ലിക്കുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർള, അല്ലാഹു സുബ്ഹാനഹു വ തആല
തൃപ്തിപ്പെടുന്നതായ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതായ മുഴുവൻ കാര്യങ്ങളും മിനൽ അഖ്വാൽ വൽ അഅമാൽ അൽ-ളാഹിറത്തി വൽ ബാത്തിന, അത് സംസാരങ്ങളുണ്ട്, ബാഹ്യമായും ആന്തരികമായുമുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. അപ്പോൾ ഇബാദത്ത് എന്ന് പറയുന്നതിൽ നമ്മുടെ സംസാരങ്ങൾ ഇബാദത്തുകളുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇബാദത്തുണ്ട്. ലാഹിറത്തായ ബാഹ്യമായ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ കൈകാലുകൾ കൊണ്ടൊക്കെ ചെയ്യുന്നത്. ബാത്തിനായ പ്രവർത്തനം എന്ന് പറയുന്നത് കൽബിൻ്റെ അമാലുകളുണ്ട്, അമാലുൽ കുലൂബുണ്ട്. കൽബിൻ്റെ പ്രവർത്തനങ്ങൾ മഹബത്ത്, സ്നേഹം, ഖൗഫ്, ഭയം, റജാ, പ്രതീക്ഷ, ഇങ്ങനെ പല കാര്യങ്ങളും അമാലുൽ കുലൂബാണ്, ഹൃദയത്തിൻ്റെ ഇബാദത്തുകളാണ്. അപ്പം അതുമുണ്ട്. ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നത്, നമ്മൾ നിസ്കരിക്കുന്നു, സുജൂദ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി മസ്ജിദിലേക്ക് നടക്കുന്നു, ഇതെല്ലാം ഇബാദത്തുകളാണ്. അതേപോലെ തന്നെ സംസാരങ്ങളുണ്ട്. മിനൽ അഖ്വാൽ, ആദ്യം പറഞ്ഞു, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റുകൾ, ഖുർആൻ പാരായണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഖ്വാലുകളാണ്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ പദമാണ് ഇബാദത്ത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇവിടെ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർലാഹ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇബാദത്തായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ കർമ്മങ്ങൾ എന്താണ് എന്ന് പഠിക്കണം. അതുമാത്രമേ ഇബാദത്താവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകളോ അതല്ലെങ്കിൽ ശിർക്ക് കലർന്ന പ്രവർത്തനങ്ങളോ ഇബാദത്താവുകയില്ല. കാരണം അത് അള്ളാഹു ഇഷ്ടപ്പെടുകയോ തൃപ്തിപ്പെടുകയോ ചെയ്യുകയില്ല. ബിദ്അത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളെ തള്ളിക്കളയും, അത് സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇബാദത്തിൻ്റെ ഗണത്തിൽ പെടുകയില്ല. അതുപോലെ ശിർക്ക് കലർന്ന റിയാ, ലോകമാന്യം പോലുള്ള പ്രവർത്തനങ്ങൾ ഇബാദത്തിൻ്റെ ഗണത്തിൽ പെടുകയില്ല. കാരണം അത് അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഉദ്ദേശിക്കേണ്ട കാര്യങ്ങളിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അതൊന്നും ഇബാദത്തുകളിൽ പെടുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർലാഹ് എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇബാദത്തിൽ. അത് നമ്മൾ ഖുർആനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്താൻ പറ്റിയ കാര്യമല്ല. അള്ളാഹ് ഇന്നത് ഇഷ്ടപ്പെടും, അള്ളാഹ് ഇന്നത് തൃപ്തിപ്പെടുമെന്ന് ഓരോരുത്തർക്കും കണ്ടെത്താൻ പറ്റുകയില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഗവേഷണത്തിന് വിട്ടുകൊടുത്താൽ പല ഉത്തരമായിരിക്കും ഉണ്ടാവുക. ചിലർ പറയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ വെയിലത്ത് ഇരുന്ന് ഒരുപാട് നേരം സുജൂദ് ചെയ്യുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടും എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ നോമ്പെടുത്തിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന രൂപത്തിൽ പ്രയാസപ്പെട്ട് ഒരുപാട് ദീർഘനേരം വെള്ളം കുടിക്കാതെ നിൽക്കുന്ന ആളുകളുണ്ടാകാം. മഗ്രിബായാലും നോമ്പ് തുറക്കുകയില്ല. കാരണം അവരുടെ ഗവേഷണം അവർ വിചാരിക്കും അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ, അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടും, ഞാൻ രാത്രി 10 മണിക്ക് തറാവീഹൊക്കെ നിസ്കരിച്ചിട്ടേ നോമ്പ് തുറക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഖിയാമുൽ ലൈലൊക്കെ നിസ്കരിച്ചിട്ടേ നോമ്പ് തുറക്കുന്നുള്ളൂ എന്ന് വരുന്ന ഗവേഷണത്തിൽ മനസ്സിലാക്കുക. അത് ഇബാദത്തായി പരിഗണിക്കുകയില്ല, അത് ബിദ്അത്തായി തീരും. അള്ളാഹു തള്ളിക്കളയും, അള്ളാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയും. അതുകൊണ്ട് തന്നെ അത് പഠിക്കേണ്ട സ്രോതസ്സ് ഖുർആനും ഹദീസുമാണ്. അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യമെന്ത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമെന്ത് എന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തനങ്ങളായുണ്ട്, സംസാരങ്ങളായുണ്ട്, കൽബിൻ്റെ പ്രവർത്തനങ്ങളായുണ്ട്. ഇതെല്ലാം ഇബാദത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇബാദത്ത് അത് എങ്ങനെ നിർവഹിക്കണം, എങ്ങനെയാണ് ഒരു കാര്യം ഇബാദത്താവുക എന്നുള്ളതിന് മനോഹരമായ വിശദീകരണം മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ തഅബ്ബുദ് എന്നാണ് പറയുക. ഇബാദത്തിൻ്റെ രീതി അതെങ്ങനെയായിരിക്കണം അതാണ് അവർ പറഞ്ഞത്. ഫഹുവ തദല്ലുലു വൽ ഖുദൂഉ ലില്ലാഹി അസ്സ വജൽ ബിമാ ശറഅ ഫീ കിതാബിഹി ഔ അലാ ലിസാനി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ വജ്ഹിൽ മഹബ്ബ. ആരാധന എന്ന് പറയുന്ന കാര്യം എന്താണ്? ആരാധനയുടെ കാമ്പ് എങ്ങനെയായിരിക്കണം? ഒരു കാര്യം എപ്പോഴാണ് ആരാധനയാവുക എന്നുള്ളതാണ്. ഇത് ഏതൊക്കെ കാര്യങ്ങളാണ് ഇബാദത്ത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇനി എങ്ങനെയായിരിക്കണം നീ ചെയ്യുന്ന ഒരു ആരാധന, എങ്ങനെയായിരിക്കണം തഅബ്ബുദ്, എങ്ങനെയായിരിക്കണം, അതിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? വഹുവ തദല്ലുൽ വൽ ഖുദൂഉ ലില്ലാഹ്. അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയും അങ്ങേയറ്റത്തെ താഴ്മയോടു കൂടിയുമുള്ളതായിരിക്കണം നിന്റെ ഇബാദത്ത്. എങ്കിൽ മാത്രമേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത് ഇബാദത്തായി മാറുകയുള്ളൂ. അത്തദല്ലുലു വൽ ഖുദൂഉ ലില്ലാഹി അസ്സ വജൽ, അത് വളരെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കിബറോട് കൂടിയുള്ള പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഒരാൾ കിബറോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്, അയാൾക്ക് ആ വേണ്ട രൂപത്തിലുള്ള വിനയമോ വേണ്ട രൂപത്തിൽ താഴ്മയോ ഇല്ല. അതായത് നിസ്കരിച്ചിട്ട് വേണേ സ്വീകരിക്കട്ടെ എന്നാ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നാണ് ചിന്തിക്കുന്നത്. കിബറോട് കൂടിയുള്ള ഇബാദത്താണ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല.
അതല്ലെങ്കിൽ ഒരു മിന്നത്തായിട്ട് അവൻ കണക്കാക്കുകയാണ്. അത് അവൻ്റെ ഭാഗത്തുനിന്ന് എന്തോ അള്ളാഹുവിന് അവൻ എന്തോ ഒരു ഗുണം ചെയ്യുന്നത് പോലെ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവൻ അങ്ങോട്ട് എന്തോ ചെയ്തു കൊടുക്കുന്നത് പോലെ അങ്ങനെയുള്ള ചിന്ത ഒരാളിൽ ഉണ്ട് എങ്കിൽ, അത് ഉജുബിൻ്റെ ചിന്തകൾ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ വലിയ ആളായതുകൊണ്ടാണ്, ഞാനായിട്ടാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ചില ആളുകൾ ചിലപ്പോൾ അറിയാതെ അവരുടെ വായിൽ നിന്ന് വന്നു പോകും. അറിവ് കുറവാണെങ്കിൽ അവർ ചിലപ്പോൾ കുറച്ച് ഇസ്ലാമിൻ്റെ പേരിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പം അറിയാതൊക്കെ പറഞ്ഞു, ഞാനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള ചെറിയ വർത്താനൊക്കെ വന്നു, ഞാനായതുകൊണ്ട് അങ്ങനെ ചെയ്തു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ ചിലപ്പോൾ ഇതൊക്കെ ഉപേക്ഷിച്ചേനെ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യാതെ മാറിയുന്നേനെ എന്നൊക്കെ രൂപത്തിൽ പറയും. അതുണ്ടാകാൻ പാടില്ല. നമ്മളിത് എന്തു വലിയ കാര്യം ചെയ്താലും അതിൽ നമുക്ക് അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റ താഴ്മയോടും കൂടിയായിരിക്കണം ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ആ കാര്യം പറഞ്ഞതാണ് ബിമാ ശറഅ ഫീ കിതാബിഹി ഔ അലാ ലിസാനി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ താഴ്മയോടും വിനയത്തോടും കൂടിയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ അടുക്കൽ ഇബാദത്താവുകയില്ല. അത് കിതാബിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അഥവാ സുന്നത്തിലൂടെ വന്നതോ ആയിട്ടുള്ള കാര്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം താഴ്മയോടുകൂടിയും വിനയത്തോടു കൂടിയൊക്കെ ചിലപ്പോൾ ഒരു ഗുഹാമുഖത്തൊക്കെ ഒരുപാട് കാലം പ്രത്യേകമായ ദിക്റുകളൊക്കെ ആയി ഒതുങ്ങിക്കൂടുന്ന സൂഫികളുണ്ട്. അവരുടെ ആ കാര്യം ആരാധന എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെ ഒരു കാര്യം ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതേപോലെ പറഞ്ഞു അലാ വജ്ഹിൽ മഹബ്ബ, ഈ ചെയ്യേണ്ട ആരാധന എന്തുണ്ടാകണം? താഴ്മയോടൊപ്പവും വിനയത്തോടൊപ്പവും സ്നേഹത്തോടു കൂടി ചെയ്യണം. അലാ വജ്ഹിൽ മഹബ്ബ എന്നാ പറഞ്ഞത്. അത് മുനാഫിക്കുകളുടെ പ്രവൃത്തി അതിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. മുനാഫിക്കുകൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയൊക്കെ ചെയ്യും, അവർക്ക് സാധിക്കുന്ന പല കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ കൽബിൽ ചെയ്യുന്ന പ്രവൃത്തിയോട് വെറുപ്പാണ്, മഹബത്തില്ല എങ്കിൽ, വെറുപ്പോടുകൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ആരാധനയായി തീരുകയില്ല. ആരാധനയുടെ പ്രധാനപ്പെട്ട അംശം അത് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് നമ്മൾ സ്നേഹത്തോടുകൂടി ചെയ്യുക, അതാണ് ആരാധന എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്തൊക്കെയാണ് ഇബാദത്തിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. ആ പറയപ്പെട്ട ഏതൊരു ഇബാദത്തും ഈ ഒരു രൂപത്തിൽ നമ്മൾ നിർവഹിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അറിയണം. അതല്ല എങ്കിൽ നമ്മുടെ ഇബാദത്തല്ലാതായി തീരും. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് മാത്രമേ ഇബാദത്താവുകയുള്ളൂ എന്ന കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ശേഷം അദ്ദേഹം കൊടുക്കുന്നത് ഖുർആനിലെ മറ്റൊരു ആയത്താണ്. അദ്ദേഹം പറയുന്നു ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖൗലുഹു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അദ്ദേഹം സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്താണ്. വളരെ പ്രസിദ്ധമായി നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ആയത്താണ്. നോക്കൂ, ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല 3 കാര്യങ്ങളാണ് ആയത്തിൽ സത്യം ചെയ്ത് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചത്. വലഖദ് ബഅസ്നാ എന്ന് പറയുമ്പോൾ അവിടെ 2 കാര്യം നമ്മൾ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഈ ലാമാണ്. ഈ ലാമിനെ ലാമു തൗക്കീദ് എന്നാണ് പറയുക, അഥവാ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാമ് എന്നാണ് പറയുക. അതോടൊപ്പം ഖദ് എന്നുള്ള വാക്കുണ്ട്, തീർച്ചയായും, അതും സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൗക്കീദിൻ്റെ വാക്കാണ്, ഉറപ്പിച്ച് ചെയ്യാൻ പറയുന്ന ഒരു വാക്കാണ്. അതുപോലെ തുടക്കത്തിൽ ഇത്തരത്തിലുള്ളൊരു ലാം ഉണ്ടെങ്കിൽ അറബി ഭാഷാ നിയമത്തിൽപ്പെട്ടതാണ്. അവിടെ ഒരു അൽ ഖസ്മുൽ മുഖദ്ദർ ഉണ്ടാകും, അവിടെ ഒരു സാങ്കല്പികമായിട്ടൊരു സത്യം ചെയ്യുക എന്നുള്ള വാക്ക് അവിടെ ഉണ്ടാകും. അഥവാ വല്ലാഹി, അല്ലാഹു ആണ്, വലഖദ് ബഅസ്നാ, തീർച്ചയായും ഞാനിത് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ പറയപ്പെടുന്നത് എന്നാണ് ഭാഷാ നിയമം. എന്ന് വെച്ചാൽ 3 മുഅക്കിദാത്തുകൾ കൊണ്ട്, സത്യം ചെയ്യാൻ ഉറപ്പിച്ചു പറയാൻ ഉപയോഗിക്കുന്ന 3 വാക്കുകൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് ആരംഭിച്ചത് എന്നാണ്. അതെന്തിനെ അറിയിക്കുന്നതാണ്? അത് സഹോദരങ്ങളെ ശേഷം പറയുന്ന കാര്യം അത്രയും ഉറപ്പോടുകൂടി നിങ്ങൾ അത് മനസ്സിലാക്കണം എന്നതിന് വേണ്ട താല്പര്യമാണ്. അതല്ലെങ്കിൽ അല്ലാഹു തആലയുടെ കലാം മുഴുവൻ സത്യമാണ്. അതിൽ പക്ഷേ പ്രത്യേകമായി അല്ലാഹു സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ശേഷം പറഞ്ഞ വാക്ക്, ശേഷം പറഞ്ഞ കാര്യം നിങ്ങൾ ശരിക്ക് ഗൗരവത്തിൽ മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ്. എന്താണ് ശേഷം പറഞ്ഞത്? വലഖദ് ബഅസ്നാ, നാം നിയോഗിച്ചിട്ടുണ്ട്, ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും, റസൂലൻ, ദൂതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഏത് സമുദായമാകട്ടെ അവിടെ എല്ലാം നബിമാർ വന്നിട്ടുണ്ട്. അതിൽ പേരുകൾ അറിയിക്കപ്പെട്ടവരും പേരുകൾ നമുക്ക് അറിയിച്ച് തരാത്തവരും ഒക്കെ ഉണ്ട്, നമുക്കറിയില്ല. ഇന്ത്യ രാജ്യത്ത് ഏതൊക്കെ നബിമാർ വന്നിട്ടുണ്ട്? തീർച്ചയായും വന്നിട്ടുണ്ടാകണം, തീർച്ചയായും വന്നിട്ടുണ്ടാകണം. കാരണം അത്രയും വലിയ രാജ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതേത് ഭാഗത്താണ് വന്നത്, ആരായിരുന്നു ആ നബി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല.
ചില ഖാദിയാനികളായ ആളുകൾ, ഇവിടെയുള്ള പല ഹൈന്ദവ വിശ്വാസികളായ അവതാര പുരുഷന്മാർ, അവർ തന്നെ സാങ്കല്പിക കഥാപാത്രങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷെ അവരെയൊക്കെ പേര് അത് നബിയാണെന്നൊക്കെ പറഞ്ഞാൾ, ഇന്നാൾ നബിയാണ്, ഇന്നാൾ നബിയാണ്, യാതൊരു തെളിവുമില്ല. അത് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഗൈബിയായ കാര്യങ്ങൾ നമ്മൾ വെറുതെ വിശ്വസിക്കുക എന്നുള്ളത് പാടില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്, എല്ലാ ഉമ്മത്തിലേക്കും നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം ജനങ്ങളുണ്ടോ അവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയം ശേഷം പറഞ്ഞതാണ്. ആ നബിമാർ പ്രധാനമായും അവരുടെ ദൗത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ചത് ഈ കാര്യമാണ്. അവരിങ്ങനെ പറയണം, അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നിയോഗിച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ദൗത്യം, ഈ കാര്യം അവർ പ്രചരിപ്പിക്കലാണ്. അനിഅ്ബുദുല്ലാഹ്, ഏയ് ജനങ്ങളെ, നിങ്ങൾ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളെയും നിങ്ങൾ വെടിയണം എന്ന കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എല്ലാ അമ്പിയാക്കളും പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രധാനമായും ഇതിൽ നിന്ന് കിട്ടുന്ന ഫായിദ, ഒന്ന്, അമ്പിയാക്കളെല്ലാവരും അവരുടെ സമുദായത്തോട് പ്രഥമമായി പറഞ്ഞ കാര്യം എന്താണ്? ഈ കാര്യമാണ്, അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. കാരണം 3 കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്തിട്ടാണ്, ഉറപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, സത്യം ചെയ്യാനുള്ള ഒരു വാക്ക്, 2 ഉറപ്പിച്ച് പറയാനുള്ള വാക്കുകൾ കൊണ്ട്, 3 കാര്യങ്ങൾ കൊണ്ട് ഉറപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എല്ലാ അമ്പിയാക്കളും ആദ്യം പറഞ്ഞത് അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത് എന്നാണ്. ഇത് തഫ്സീലനായിട്ട് ഇത് മുജ്മലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമാകട്ടെ തഫ്സീലായി വിശദീകരണത്തോടെ നമുക്കുണ്ട്. അവിടുന്ന് ആദ്യം എന്തു പറഞ്ഞു എന്ന് നമുക്കറിയാം. സ്വഹാബികൾ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഞങ്ങളോട് കള്ളു കുടിക്കണ്ട എന്നോ വ്യഭിചരിക്കണ്ട എന്നോ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അത് ഉപേക്ഷിക്കാൻ പ്രയാസമായേനെ. കാരണം അവരിൽ ഒരുപാട് ആളുകൾ, മക്കക്കാരായ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവരോട് അല്ലാഹു തആലയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവനെ മാത്രം ആരാധിക്കണം, അവൻ മാത്രമാണ് യഥാർത്ഥ ഇലാഹ്, അവനിലേക്ക് മാത്രമാണ് കാര്യങ്ങൾ നിങ്ങൾ മടക്കേണ്ടത് എന്ന് അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കൊടുത്തു. ഈ ഔലിയാക്കളും അമ്പിയാക്കളും അല്ലെങ്കിൽ സാലിഹ്യങ്ങളൊന്നും നമ്മളെ സഹായിക്കുകയില്ല. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ശിക്ഷിക്കുമെന്ന പരലോക ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴാണ് അവർ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയത് എന്നാണ്. അഥവാ അമ്പിയാക്കൾ ആദ്യം പറഞ്ഞത് തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആ ഉമ്മത്തിനോട് പറഞ്ഞിട്ടുള്ളത് തൗഹീദാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട പാഠം തൗഹീദാണ് ഏതൊരു പ്രബോധനത്തിൻ്റെയും പ്രഥമ ലക്ഷ്യമായി നമുക്ക് വേണ്ടത്. ഇതായിരിക്കണം പ്രഥമ ലക്ഷ്യം. ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളുണ്ട്, അല്ലേ? അങ്ങനെ ഒരുപാട് ആളുകൾ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തൗഹീദായിരിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇസ്ലാമികമായ പ്രബോധന സംഘമാണ്, ഇസ്ലാമികമായ പ്രബോധന ഗ്രൂപ്പുകളാണ്, അതിനുവേണ്ടി പുറപ്പെടുന്നവരാണ് എന്ന് പറയുന്നവർക്ക് അമ്പിയാക്കളുടെ ഈ ഒരു മൻഹജ്, ഈ ഒരു രീതിശാസ്ത്രം അവരിൽ കാണാൻ സാധിക്കുകയില്ല. അതായത് അവരാദ്യം പറയുന്നത് അനിഅ്ബുദുല്ലാഹ്. അനിഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ നേരത്തെ മനസ്സിലാക്കി. വഹീദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ മാത്രമാക്കുക, നിങ്ങൾ തൗഹീദുള്ളവരാകുക, നിങ്ങളുടെ ഇബാദത്തിൽ എവിടെയും ശിർക്ക് കലരാൻ പാടില്ല. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിന് പുറമെ എന്തെങ്കിലുമൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, പ്രാർത്ഥിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, സഹായം ചോദിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ വെടിയുക, നിങ്ങൾ അതിൻ്റെ ഭാഗത്തേ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇജ്തിനാബ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം കേവലം ഉപേക്ഷിക്കലല്ല. ഉത്റുക്കു അത്തവാഗീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഗൂത്തുകൾ ഉപേക്ഷിക്കുക എന്നാണ്. പക്ഷേ ഇജ്തനിബുത് തവാഗീത്ത്, താഗൂത്തുകളെ വെടിയുക എന്ന് പറഞ്ഞാൽ അറബി ഭാഷ പ്രകാരം അതിൻ്റെ ജാനിബിലേ നീ ഉണ്ടാകാൻ പാടില്ല. അത് അപ്പുറത്തെ കരയിലായിരിക്കണം, നീ അതിൻ്റെ ഭാഗത്ത് പോകരുത്. അവിടെയായിരിക്കണം ശിർക്ക്, നീ ഇപ്പുറത്തായിരിക്കണം, അതിൻ്റെ ഭാഗത്ത് തന്നെ നീ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് അവിടെ തന്നെ നിന്ന് കളയാനും പാടില്ല, നീ അതിൻ്റെ ബഹുദൂരം നീ അകന്ന് ജീവിക്കണം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. അത്രയും ശിർക്കുമായി നിനക്ക് ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമ്പിയാക്കളുടെ ദഅവത്ത്. പക്ഷേ ഈ ആളുകൾ പലപ്പോഴും അമ്പിയാക്കളുടെ ഈ ദഅവ രീതിയെ മാറ്റിമറിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഈ തൗഹീദുൽ ഉലൂഹിയ്യ, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന കാര്യം അവിടെ മാറ്റി വെച്ചുകൊണ്ട് ബാക്കി പലതും പറഞ്ഞു കൊടുക്കുക. നേരെ പറഞ്ഞൊക്കെ മനസ്സിലാകാൻ പറഞ്ഞു തരികയാണെങ്കിൽ ജമാഅത്തു തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾ, ഇതിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ശേഷം ഇത്തരം സംസാരം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പലപ്പോഴും ഇത്തരം സംസാരങ്ങൾ കേൾക്കുമ്പോഴേക്ക് ഞങ്ങളെ മാത്രം വിമർശിക്കുന്നതിന്, ഞങ്ങൾ വിമർശിക്കാനായിട്ട് ഇവർക്ക് സമയമുള്ളൂ എന്നൊക്കെ രൂപത്തിൽ അവർ കേട്ടു പോവാണ്. ഒരിക്കലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ പ്രത്യേകിച്ച് വിമർശിക്കുന്നുണ്ടെന്നൊന്നും നമുക്കിവിടെ ലഭിക്കാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊന്ന് പുനഃപരിശോധിക്കേണ്ടത് നിങ്ങളുടെ ദഅവത്ത് അങ്ങനെയാണോ എന്ന് ചിന്തിക്കലാണ്.
നമ്മൾ ഏറ്റവും ആദ്യം പോയി പറയുന്നത് ഇവിടെ ഇത്രയും അധികം നമ്മൾ നിൽക്കുന്നത് സൗദി അറേബ്യ പോലെയുള്ള ജാറങ്ങളോ മക്ബറകളോ ഇല്ലാത്തതായ ഒരു രാജ്യത്ത് പോലുമല്ല. ഓരോ ജില്ലകളിലും ഇഷ്ടക്കണക്കിനോ ആയിരക്കണക്കിന് ദർഗകൾ ചിലപ്പോൾ നമ്മുടെ നാടുകളിൽ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഉണ്ടാകും. ഓരോ ജില്ലകളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഇനി ഈ പറയുന്ന പ്രസ്ഥാനം അത് ഇന്ത്യ മൊത്തമായുള്ളതാണ്. എത്രയുണ്ടാകും? ഒരുപാട് ദർഗകളും ജാറകളും ഉള്ള സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഇത്രയും അധികം ആളുകൾ തൗഹീദിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുമ്പോൾ ആദ്യം നമ്മൾ അവരോട് പോയി പറയേണ്ടത് നിങ്ങളെല്ലാവരും മസ്ജിദിലേക്ക് വരും, നിസ്കരിക്കണം എന്നത് മാത്രമാണോ? ഈ പറയുന്ന ഷിർക്കൻ പ്രവർത്തനങ്ങൾ, ജാറങ്ങൾ കൊടികുത്തുന്ന സ്ഥലങ്ങളിൽ പോലും പലപ്പോഴും ഇവർ ഈ കാര്യം ആദ്യം പറയുന്നില്ല. അതിന് ലക്ഷ്യമായി അവർ മനസ്സിലാക്കുന്നത് ഒരു ഹിക്മത്താണ്. നമ്മൾ ആദ്യം അത് പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്നാണ്. എങ്കിൽ ആ ഹിക്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കണമായിരുന്നു. ആദ്യത്തെ 13 വർഷം മക്കത്ത് ഈ തൗഹീദാണ് പ്രധാനമായും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 10 വർഷത്തിൽ ഇബാദത്തുകളായി നിസ്കാരം പോലത്തെ ഒന്നും തന്നെ നിർബന്ധമാക്കപ്പെട്ടിട്ട് പോലുമില്ല. ആദ്യം തന്നെ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അവർ നിസ്കരിക്കുമായിരുന്നു. കാബയിൽ ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിസ്കരിച്ചേനെ. കാരണം അവർക്ക് നിസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരൊന്നുമല്ല. അവരെന്തൊക്കെയോ കോലത്ത് നിസ്കരിച്ചു, അതൊന്നും മാത്രം ശരിയായി കൊടുത്താൽ മതി. നിങ്ങൾ നൗറത്തൊക്കെ മറച്ചിട്ടൊന്ന് ഹജ്ജ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നൊക്കെ ചെയ്തോ, നിങ്ങളുടെ ആ തൽബിയത്തൊക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ആ ലാത്തയൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, അവിടെ കാബയുടെ ഉള്ളിലിരിക്കുന്ന ആ വിഗ്രഹങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി പറയില്ല. പക്ഷെ അവിടെ നിന്ന് ആദ്യം പറഞ്ഞത് ഈ കാര്യം എന്തുകൊണ്ടാണ്? കാരണം ഇത് ശരിയാവാതെ ബാക്കി എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. ബാക്കി എന്ത് പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഒരാളുടെ പ്രബോധന രീതി ശരിയാണ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ് അവർ നബിമാരുടെ അമ്പിയാക്കളുടെ ദഅവാ രീതി സ്വീകരിച്ചു എന്ന് വെച്ചാൽ തൗഹീദാണ് അവർ ആദ്യം പറയുന്നത് എന്നാണ്. അത് ഏറ്റവും മനോഹരമായി പറഞ്ഞു കൊടുക്കണം. അതിലേറ്റവും ഹിക്മത്ത് നീ ഉപയോഗിക്കാവുന്നതാണ്. ആളുകൾക്ക് എങ്ങനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ആ രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പക്ഷേ ആദ്യം പറയേണ്ടത് ഇതാണ്. അതേപോലെ തന്നെ ഈ ഭാഗത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെതിരായിട്ട് നഹിയുൻ അനിൽ മുൻകർ, തിന്മകളെ വിലക്കുക എന്നുള്ള കാര്യത്തിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു? അവർ വിട്ടുനിൽക്കുന്നു. മറിച്ച് നമുക്ക് അമ്റും ബിൽ മഅറൂഫ് മതി, നന്മ കൽപ്പിച്ചാൽ മതി, തിന്മകളെക്കുറിച്ച് പറയുമ്പോഴാണ് പ്രശ്നമാകുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവായിട്ട് അവർ കൊണ്ടുവരുന്നത് അവരുടെ ബുദ്ധിപരമായ ചില കാര്യങ്ങളാണ്. അവർ ചോദിക്കും, ചിലർ ഒരു ഇരുട്ടുള്ള മുറിയിൽ എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാകുന്നത്? അവിടെ ഒരു വെളിച്ചം കത്തിച്ചാൽ മതി, അല്ലാതെ ഇരുട്ടിന് എന്തെങ്കിലും പഴിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇരുട്ടിന് നീക്കാൻ നമ്മൾ വെളിച്ചം കത്തിക്കുക എന്നുള്ളതാണ്. അഥവാ നന്മ വന്നാൽ തിന്മ അവിടുന്ന് പോയിക്കോളും എന്ന രൂപത്തിലാണ് അവർ പറയാറുള്ളത്. പക്ഷേ ഇത് ഖുർആനിനെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം ഉണ്ടാകട്ടെ, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. തിന്മയെ വിരോധിക്കുക തന്നെ വേണം, തിന്മയെ വിരോധിക്കുക തന്നെ വേണം. തിന്മ വിരോധിക്കാതെ നന്മ മാത്രം പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് പറയുന്നത് ശരിയല്ല. പലപ്പോഴും ആളുകൾ ഇത് സ്വീകരിക്കുമോ എന്ന പേടിയാൽ ആളുകൾ ഇത്തരം ദഅവത്ത് ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ കുറഞ്ഞു പോകും, നാട്ടുകാർ മൊത്തം നമ്മൾ ആക്ഷേപിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മളെ സ്വീകരിക്കണം. അതിനിതാണ് ഏറ്റവും നല്ലത്. തിന്മ വിരോധിക്കാതിരിക്കുക, നന്മ മാത്രം പറയുക എന്ന രൂപത്തിലേക്ക് പോവാണ്. ഇനി ആ നന്മ എന്ന് പറഞ്ഞിട്ട് പറയുന്ന നന്മകളാകട്ടെ ഈ പറഞ്ഞതുപോലെ തൗഹീദൊന്നും പൂർണ്ണമായിട്ട് പറയുന്നില്ല. മറിച്ച് തൗഹീദ് റുബൂബിയയിലാണ് പലപ്പോഴും കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കാരം കഴിഞ്ഞ് ദിക്റിൻ്റെ സമയത്തൊക്കെ അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് അത് തന്നെ ആയിരിക്കും. അവരുടെ പല ഗ്രന്ഥങ്ങളിലും അവർ അത് തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിനെ കുറിച്ച് ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അള്ളാഹുവാണ് നമുക്ക് കച്ചവടം നന്നാക്കി തരുന്നവൻ, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, ഈ കാര്യങ്ങൾ മാത്രം പറയും. എന്നിട്ട് അതിനുശേഷം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും സഹായതട്ടങ്ങളും മുഴുവനും ആ റബ്ബിന് മാത്രമേ നൽകാവൂ. ഇതാ ഇവിടെ ചില ആളുകൾ ഖബറിലുള്ള ആളുകളോട് ചോദിക്കുന്നു, അവരോട് ചോദിക്കരുത് എന്ന് പറയുന്ന ആ വാചകം പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് പറഞ്ഞ ആളുകൾ അകന്നുപോകും എന്ന് ഈ സാധുക്കൾ ഭയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ബിദ്അത്തിന്റെ തെറ്റായ രീതികൾ നമുക്ക് വേണ്ടതില്ല. അമ്പിയാക്കൾ മുഴുവൻ പറഞ്ഞത് അനിഅ്ബുദുല്ലാഹ് വജ്തനിബു ത്വാഗൂത്ത്, 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതിയില്ലേ? പോരാ, വജ്തനിബു ത്വാഗൂത്ത്. ആളുകൾക്ക് മനസ്സിലാക്കണം ഇത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും തെറ്റിപ്പോകുന്നുണ്ട്. ഇവിടെയുള്ള സമസ്തക്കാരോട്, ഇവിടെയുള്ള ശിർക്ക് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരൊരു ശരി, ഞങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യും, എന്നിട്ട് മറ്റേ ജാറത്തിൽ പോവുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു കൊടുക്കണം, സഹോദര, ഈ ജാറത്തിൽ പോകുക എന്ന് പറയുന്നത് അള്ളാഹിനോട് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിനെതിരാണ്. കാരണം ജാറത്തിൽ പോകുന്ന ആളോട് നീ പ്രാർത്ഥിച്ചാൽ അവർക്കുള്ള ഇബാദത്തായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തൗഹീദിൽ നിന്ന് നീ തെറ്റിപ്പോയിട്ടുണ്ട്.
നിനക്ക് തൗഹീദുർ റുബൂബിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഉലൂഹിയത്തിൽ നീ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതെ പലപ്പോഴും അവരെന്ത് ചെയ്യാണ്, അവരുടേതായ രീതി സ്വീകരിക്കുകയാണ്. അതാണ് ഒരു വിഭാഗം. ഇനി വേറെ ചില വിഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകൾ അവർ ഇസ്ലാമിൻ്റെ പ്രസ്ഥാനമാണെന്നാണ് പറയുന്നത്, ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നാണ് പറയുന്നത്, മുസ്ലിമീങ്ങൾക്ക് ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നാണ് പറയുന്നത്, എന്നാണ് വെപ്പ്. പക്ഷെ അവരും അവരുടെ ദാവത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരും അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അങ്ങനെ ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലനിൽക്കുന്നതുമായ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യമല്ല. മറിച്ച് നിങ്ങളുടെ വിശ്വാസം ഏതാകട്ടെ, നിങ്ങൾ സമസ്തയാകട്ടെ, നിങ്ങൾ മുജാഹിദാകട്ടെ, നിങ്ങൾ ജമാഅത്താകട്ടെ, തബ്ലീഗാകട്ടെ, ഞങ്ങളുടെ കുടക്കീയിൽ നിങ്ങൾ അണിചേരൂ, അങ്ങനെ ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇതാണ് അവരുടെ മുദ്രാവാക്യം. ഇങ്ങനെ വ്യത്യസ്ത അഖീദയുമായി വ്യത്യസ്ത വിശ്വാസവുമായി ആളുകൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഐക്യത്തിനെ കുറിച്ചിട്ട് എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് യഹൂദരുടെ ഐക്യമാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. യഹൂദർ അങ്ങനെയാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരെല്ലാവരും ഒരുപോലെയാണെന്ന് വിചാരിക്കും. പക്ഷേ വഖുലൂബുഹും ശത്ത, അവർ വ്യത്യസ്തമാണ് അവരുടെ ഹൃദയങ്ങൾ. അവർ പല വിശ്വാസക്കാരുണ്ട്, അവരിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ അവരിലുണ്ട്. അങ്ങനെയുള്ളൊരു ഐക്യം ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ഐക്യത്തിന് യാതൊരു സാധ്യതയുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് സഹായം വേണ്ടത് എന്ന കാര്യം മറന്നുവന്നത് കൊണ്ടാണ്. നമ്മളുടെ പവറും നമ്മുടെ ഐക്യത്തിലുമാണ് നമുക്ക് സഹായം കിട്ടുക എന്ന ഒരു മിഥ്യാധാരണയിൽ നിന്നാണ് പലപ്പോഴും അതുണ്ടാകുന്നത്. നമ്മൾ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഒരുപാടുണ്ടാകും, പക്ഷേ അവർ ചവറുകളെപ്പോലെ, ചണ്ടികളെപ്പോലെ, മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെപ്പോലെ ആയിത്തീരും. ആളുകളെല്ലാം അവർക്ക് നേരെ കൈനീട്ടും, ആളുകളെല്ലാം അവർ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പോൾ കാരണം ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യാണ്, അവർ ദീനിൽ നിന്നും അകന്നത് കൊണ്ടാണ് എന്നാണ്. അവർക്ക് ദീനൊന്നും ഇല്ല. അപ്പം ആ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമല്ല, തൗഹീദാണ്. ആ തൗഹീദ് നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു നോക്കൂ. അത് കുറഞ്ഞ സംഘമാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം ഉണ്ടാകും. ബദറിൽ 313 അല്ലെങ്കിൽ അത്രയും ആളുകൾ മാത്രം ഉണ്ടായപ്പോൾ അതിന് 3 ഇരട്ടി ആളുകൾക്കെതിരെ, സർവ്വ ആയുധമുള്ള സൈന്യമുള്ള ആളുകൾക്കെതിരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകി. അതിലൊരു പാഠമില്ലേ? അപ്പോൾ ആ സഹായം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞത് സമ്പത്ത് കൊണ്ടല്ല. മാ ഉരീദു മിൻഹു ബിർറിസ്കി വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തൊട്ടു ശേഷം പറഞ്ഞതാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു നിങ്ങൾ അവനെ ഭക്ഷിപ്പിക്കാനോ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തെങ്കിലും ഉപജീവനം നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവാണ് എല്ലാവർക്കും നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇബാദത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള അതിന് പാത്രമാകുന്ന ആളുകളായി നിങ്ങൾ തീരുക. എങ്കിൽ അള്ളാഹു തആല നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ തൗഹീദ് എന്ന് പറയുന്ന പരമപ്രധാനമായ കാര്യത്തെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തി മറ്റെന്തെല്ലാം നിങ്ങൾ വളരെ ബുദ്ധിപരമായി രാഷ്ട്രീയപരമായി ഒക്കെ ചർച്ച ചെയ്ത് എന്ത് തന്നെ കൊണ്ടുവന്നാലും ശരി, ഈ തൗഹീദ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഉമ്മത്തിനെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ല. അല്ലെ, ഈ ആളുകൾ എന്ത് ശിർക്ക് ചെയ്യുന്നത് കണ്ടാലും അവരോട് പോയി ചിരിച്ച് അവരോട് പോയി മറ്റു കാര്യങ്ങൾ ഷൂർ ചെയ്ത് ഈ കാര്യം മാത്രം പറഞ്ഞു കൊടുക്കുകയില്ല. നിങ്ങൾ ഈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അപകടം. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ അധപ്പതനത്തിൻ്റെ, അള്ളാഹിൻ്റെ സഹായം അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ജാറങ്ങളിലും മഖ്ബറുകളിലും ആളുകൾ പോയതാണ്. അള്ളാഹിനോട് മാത്രം തേടേണ്ടതിന് പകരം ഇങ്ങനെ ഔലിയാക്കളിലേക്കും സ്വാലിഹ്യങ്ങളിലേക്കൊക്കെ പോയതാണ് എന്ന പരമാർത്ഥം ഇവർക്ക് പലർക്കും അതറിയാം. പക്ഷെ അവർ ദാവത്തിൻ്റെ മസ്ലഹത്ത് എന്ന് പറഞ്ഞിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത്തരം മസ്ലഹത്തുകളെ ഒരു വിഗ്രഹമാക്കി അവർ തീർത്തിരിക്കുന്നു എന്നാണ്. ദാവത്തിൻ്റെ മസ്ലഹത്ത് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അതിനുവേണ്ടി ഇസ്ലാമിൻ്റെ പരമപ്രധാനമായ കാര്യത്തെ വരെ മാറ്റിവെച്ചു, തൗഹീദിനെ വരെ മാറ്റിവെച്ചു. കാരണം തൗഹീദ് മുന്നിൽ വന്നാൽ മസ്ലഹത്തില്ല, തൗഹീദ് വന്നാൽ ഐക്യം പോകും, തൗഹീദ് വന്നാൽ ഭിന്നിപ്പുണ്ടാകും എന്നാണ് പറയുന്നത്. അല്ലാതെ അവരുടെ നാവുകൾ കൊണ്ട് അവർ പറഞ്ഞു. നിങ്ങൾ ഇത്തരം ഷിർക്കിനെതിരെ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ നടത്തുന്നത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ ഫാഷിസ്റ്റ് ശക്തികൾ നമുക്കെതിരെ നീങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇത്തരം വർത്തമാനങ്ങൾ പറയരുത്, നിർത്തിവെക്കണം. നിങ്ങൾ ഇത്തരത്തിലുള്ള മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും ഇങ്ങനെ ഷിർക്കിനെതിരെ എന്ന് പറയുന്ന പരിപാടികൾ നിർത്തിവെക്കണം. എല്ലാവരും ഐക്യത്തിൽ പോകണം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഐക്യത്തിനെതിരല്ല. ആളുകൾക്കിടയിൽ സമാധാനം, മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണമെന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ശിർക്കൻ വിശ്വാസവുമായി ആളുകൾ ഇങ്ങനെ ഐക്യപ്പെട്ടത് കൊണ്ട് അള്ളാഹിൻ്റെ ഭാഗത്തുള്ള സഹായം കിട്ടുകയില്ല. കാരണം അള്ളാഹ്ക്ക് ഇങ്ങനെയുള്ള ആളുകൾ ഇഷ്ടമല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നത് തൗഹീദുള്ളവരെ മാത്രമാണ് എന്ന ബോധ്യം നമുക്ക് വേണം. അമ്പിയാക്കളുടെ പരമപ്രധാനമായ ദഅവത്ത് അതെന്താണെന്നുള്ള കാര്യം ബോധ്യം വേണം. ഇനി നോക്കൂ, ഈ ഒരു കാര്യം വജ്തനിബു താവൂത്ത്, താവൂത്തുകളെ വെടിയുക എന്ന് പറയുമ്പോൾ എന്താണ് താവൂത്ത് എന്ന് പറയുന്നത്? ഒരുപാട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിനർത്ഥം പരിധി വിടുക എന്നാണ് വാക്കിനർത്ഥം. ത്വഗ എന്ന് പറഞ്ഞാൽ പരിധി വിട്ടു എന്നാണ് അർത്ഥം. അമ്മാമൻ ത്വഗ വആസറൽ ഹയാത്ത ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണോ പരിധി വിട്ടത്, ദുനിയാവിനെ ആഖിറത്തിനേക്കാളും തിരഞ്ഞെടുത്തത്, ഫഇന്നൽ നാറ ഹിയൽ മഅവ, അവൻ നരകമാണ് അവൻ്റെ സങ്കേതം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ പരിധി വിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ അതിന് മൊത്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികളിൽ ചിലർ അതിലുള്ള ആ പരിധി വിട്ട ചില പ്രത്യേക കാര്യങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താവൂത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനാണ് എന്ന് പറഞ്ഞവരുണ്ട്. വേറെ ചിലർ പറഞ്ഞു കാഹിനാണ്, അത് ജ്യോത്സ്യനാണ്. വേറെ ചിലർ പറഞ്ഞു സാഹിറാണ്, അത് മാരണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവരൊക്കെ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു അത്താവൂത്തു മാ ഉബിദ മിൻ ദൂനില്ലാഹ്, അള്ളാഹു പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വതും അത് താവൂത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലും ഏറ്റവും മനോഹരമായ ഒരു തഫ്സീർ വിശദീകരണം പറഞ്ഞത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു താവൂത്ത് എന്ന് പറഞ്ഞാൽ കുല്ലു മാ തജാവസ ബിഹി അൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഅ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരടിമ പരിധി വിട്ടതാണ്. ഒരടിമ പരിധി വിട്ടതാണ്. ഏതൊക്കെ കാര്യത്തിൽ? ആരാധിക്കപ്പെടുന്നവയുടെ കാര്യത്തിൽ, പിന്തുടരപ്പെടുന്നവയുടെ കാര്യത്തിൽ, അനുസരിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ ഒരടിമ മറ്റൊരാളെ പരിധി വിട്ടതാണ്. ഒരാൾക്ക് കൊടുക്കേണ്ടതായ ഒരു പരിധിയുണ്ട്. ആ പരിധിയുടെ അപ്പുറത്തേക്ക് പോയാൽ ആ അപ്പുറത്തേക്ക് പോകപ്പെട്ട മുഴുവൻ കാര്യങ്ങളും താവൂത്തുകളാണ് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇഷ്കാലം ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം താവൂത്തുകളാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് പുറമെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിക്കപ്പെടുന്നുണ്ട്, ഉസൈറിനെ യഹൂദികൾ ആരാധിക്കപ്പെടാറുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഒരുപാട് ആളുകൾ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സഹായം തേടുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്വാലിഹ്യങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും താവൂത്തുകളാണോ എന്നൊരു ചോദ്യമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ ഉദ്ദേശം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇത്തിഹാദു താവൂത്ത്, രണ്ടാമത്തേത് അത്താവൂത്തു ഫി ഹഖീഖത്തിഹി. ഇത്തിഹാദു താവൂത്ത്, ആളുകൾ താവൂത്തിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ഇതെല്ലാം താവൂത്താണ്. അതായത് അള്ളാഹു പുറമെ ആരെങ്കിലും ആരാധിക്കപ്പെടുന്നവനായി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം താവൂത്തുകൾ ആ അർത്ഥത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് താവൂത്തുകൾ? യഥാർത്ഥത്തിൽ താവൂത്തുകൾ ഈ പറയുന്ന ആരാധനയെ തൃപ്തിപ്പെടുന്നവർ മാത്രമാണ്. ഈ പറയുന്ന ആരാധനയെ തൃപ്തിപ്പെടുന്നവരാണ് യഥാർത്ഥ താവൂത്തുകൾ. അതുകൊണ്ട് തന്നെ നബിമാരോ സാലിഹ്യങ്ങളോ മലക്കുകളോ ഒന്നും തന്നെ താവൂത്തുകൾ ആ നിലക്കല്ല. പക്ഷേ അവരെ ആളുകൾ സ്വീകരിക്കുന്നു എന്നുള്ള നിലക്കത് താവൂത്താണെന്ന് പറയാം. പക്ഷേ അവർ ഹഖീഖത്ത് യാഥാർത്ഥ്യം അവർ താവൂത്തുകളല്ല. ആളുകളാണ് അവരെ താവൂത്തുകളായി സ്വീകരിച്ചത്, അവർ താവൂത്തുകളല്ല. കാരണം ഒരാൾ താവൂത്താകണമെങ്കിൽ തന്നെ തൃപ്തിപ്പെടുന്നതിനെ, തന്നെ ആരാധിക്കപ്പെടുന്നതിനെ തൃപ്തിപ്പെടണം. അതല്ലെങ്കിൽ ആരാധിക്കപ്പെടാൻ കൽപ്പിക്കണം. അതല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നതിനോട് ഒരു വെറുപ്പുമില്ലാതിരിക്കണം. ഈ മൂന്നാലൊരവസ്ഥയിൽ ഒരാൾ കടന്നു പോകുമ്പോഴാണ് അയാൾ താവൂത്താവുക എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഒന്നുകിൽ അയാളെ തന്നെ ആരാധിക്കാൻ കൽപ്പിക്കണം. ആരെ പോലെ? ഫിർഔനിനെ പോലെ. ഫിർഔൻ തന്നെ ആരാധിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഏറ്റവും വലിയ താവൂത്താണ്, യാതൊരു സംശയവുമില്ല. അതല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നതിനെ ഒരാൾ തൃപ്തിപ്പെടുക, എന്നെ ആരാധിച്ചോളൂ, എന്നോട് ചോദിച്ചോളൂ. നമ്മൾ അങ്ങനെ കാണാറുണ്ടല്ലോ. ഓരോരുത്തരുടെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്നതിന് അവർ തൃപ്തിയാണ്. താവൂത്തുകളാണ് അവർ. അവരോട് സുജൂദ് ചെയ്യുന്നത്, അവരോട് ആരാധിക്കുന്നത്, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരെ ഔലിയായിട്ട് കണ്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ അവർ തൃപ്തിപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിലും താവൂത്തുകളാണ്. അവർ മരണപ്പെട്ടാലും അങ്ങനെ തന്നെ. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ തൃപ്തിപ്പെട്ടിട്ടാണ് അവർ പോയത്. അവരെ ആളുകൾ ദൂരെ നിന്ന് വിളിക്കുന്നതും അവരോട് സഹായം തേടുന്നതും അവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. താവൂത്തുകളാണ്. അതേപോലെ തന്നെ അവർ ആരാധിക്കുന്നതിനോട് യാതൊരു വെറുപ്പും ഇല്ലാത്ത ആളുകൾ, അവരും താവൂത്തിൻ്റെ പരിധിയിൽപ്പെടും. അവരറിയുന്നുണ്ട് എന്നെ ഇങ്ങനെ ആരാധിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അത് താവൂത്താണ്. മഹാൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ചില ആളുകൾ ആ നിലക്ക് ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരെ തീ കൊണ്ട് ശിക്ഷിക്കണം എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. കാരണം അത് ഏറ്റവും വെറുപ്പുള്ള ഒരാൾക്കുള്ള കാര്യമായിരിക്കും.
അമ്പിയാക്കൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം അതായിരുന്നു. അമ്പിയാക്കളുടെ ചരിത്രം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അവർ ആരാധിക്കപ്പെടാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ നോക്കിയിരുന്നു എന്നാണ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. പല നബിമാരും അവരുടെ ഖബറുകൾ പോലും അത് എവിടെയാണ് എന്ന് അറിയാത്ത രൂപത്തിൽ മറമാടണം എന്ന് തന്നെ വസിയത്ത് കൊടുത്തതായി കാണാൻ സാധിക്കും. ചിലർ എൻ്റെ ഖബർ കടലിൽ എവിടെയെങ്കിലും മുക്കി താഴ്ത്തി കളയണം എന്ന് വരെ വസിയത്ത് കൊടുത്തത് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നിലക്കും ആരാധിക്കപ്പെടരുത് എന്നുള്ള ആഗ്രഹം. അങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിൻ ഉണ്ടായിരിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് എന്നെ ആരാധിക്കപ്പെടട്ടെ, എൻ്റെ ഖബർ കെട്ടിപ്പൊക്കട്ടെ, എന്നിട്ട് ആളുകൾ വന്ന് കുറച്ച് അവിടുന്ന് പ്രാർത്ഥിക്കട്ടെ, എന്നോട് എന്തെങ്കിലും ചോദിക്കട്ടെ, അങ്ങനെ എൻ്റെ പേരെപ്പോഴും എൻ്റെ യശസ് ഉയർന്നു നിൽക്കട്ടെ എന്നൊരാൾ ചിന്തിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വലിയ കുഫറാണ്. ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും വലിയ കുഫറാണ്. അവൻ താഗൂത്തായി തീരും എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ താഗൂത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, അങ്ങനെ പരിധി വിടപ്പെടുന്ന മത്ബൂ അല്ലെങ്കിൽ മുത്താ, പിന്തുടരപ്പെടുന്ന കാര്യത്തിൽ ഒരാളെ പരിധി വിടപ്പെടുക എന്ന് പറഞ്ഞാൽ ദീനിൽ ഒരു കാര്യം ഇങ്ങനെയാണ് നിയമമെങ്കിൽ വേറൊരാൾ പറയണം അങ്ങനെ ചെയ്യരുത് എന്നാണ്. ഒരാൾ പറയുകയാണ് നീ തൗഹീദ് അനുസരിക്കരുത്, നീ തൗഹീദ് അനുസരിക്കരുത്, തൗഹീദിൻ്റെ കാര്യത്തിന് നീ മുന്നിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയാണ്. അതല്ലെങ്കിൽ ആ നിലക്ക് ഏതെങ്കിലും അവൻ്റെ അങ്ങനെ ഒരു നേതാവ് ദീനുൽ ഇസ്ലാമിനെതിരായി കൊണ്ട് വല്ലതും പറയുകയാണെങ്കിൽ അവനെ നീ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ കാര്യത്തിൽ നീ അവനെ പരിധി വിട്ടു എന്നർത്ഥം. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അവനെ പരിധി വിടാൻ പാടില്ല. അതേപോലെ മുത്താ, ഒരാൾ ഹലാൽ ഹറാമാക്കുക അല്ലെങ്കിൽ ഹറാം ഹലാലാക്കി കഴിഞ്ഞാൽ അതിനെ നീ അനുസരിക്കുന്നുണ്ട് എങ്കിൽ അത് അവനെ താഗൂത്താക്കുന്നതിന് തുല്യമാണ്. അപ്പം അങ്ങനെയുള്ള പുരോഹിത വർഗ്ഗങ്ങളുണ്ട്. അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കി കൊടുക്കും, അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കി കൊടുക്കും. ഇപ്പോൾ അഹ്ലുൽ കിതാബിൽപ്പെട്ട വേദക്കാരിൽപ്പെട്ട പുരോഹിതന്മാരുടെ പ്രധാന ദൗത്യം അതായിരുന്നു. അള്ളാഹുവിൻ്റെ കിതാബിൽ ഇന്നത് ഹലാലാണെങ്കിൽ അത് ചിലപ്പോൾ ഹറാമാണെന്ന് പറയാം, ചെയ്യാൻ പാടില്ല എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയും എന്തു പറഞ്ഞിട്ടില്ല? നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല, പുരുഷന്മാർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് എവിടെയില്ല. അത് അവർ കണ്ടുപിടിച്ചതാണ്. റഹ്ബാനിയത്ത് അവർ കണ്ടുപിടിച്ച കാര്യമാണ്. ആ നിലക്ക് അവരെ ആ വിഷയത്തിൽ അനുസരിക്കുക എന്നുള്ളത് അത് അവരെ താഗൂത്താക്കുന്നതിന് തുല്യമാണ്. അതേപോലെ തന്നെ ദീനുൽ ഇസ്ലാമിൽ പലിശ ഹറാമാണ്. ഒരാൾ പറയാണ് പലിശയൊക്കെ കുഴപ്പമില്ല, ഹലാലാണ് എന്ന് പറഞ്ഞാൽ അയാളെ നീ അനുസരിക്കുന്നുണ്ട് എങ്കിൽ അയാളെ നീ താഗൂത്താക്കി സ്വീകരിക്കലാണ്, അയാളെ നീ താഗൂത്താക്കി സ്വീകരിക്കലാണ് എന്നാണ് അതിൻ്റെ താല്പര്യം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ താഗൂത്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ താഗൂത്തുകളെല്ലാം കാഫറുകളാണോ? അത് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ്. അവർ ആ കാര്യത്തിന് അവർ കൽപ്പിക്കുകയോ അതല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെടുകയോ അതല്ലെങ്കിൽ അവർ അതൃപ്തി കാണിക്കാതെ വെറുക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ താഗൂത്തായി തീരും. ഒരാൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ അയാൾ അനുസരിക്കപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ അയാളെ പിന്തുടരപ്പെടുകയോ ആരാധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളായി തീരും എന്നാണ്. ഈ ആയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, തൗഹീദിന്റെ പ്രധാനപ്പെട്ട 2 റുക്നുകളാണ് അവിടെ വന്നിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലയിലുള്ള ആ 2 റുക്നുകളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലയിൽ 2 സ്തംഭങ്ങളുണ്ട്. എന്താണത്? നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്താണത് ലാ ഇലാഹ ഇല്ലല്ലയിലുള്ള 2 സ്തംഭങ്ങൾ? എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലയിൽ 2 പ്രധാനപ്പെട്ട 2 തൂണുകളുണ്ട്. ആ 2ഉം അംഗീകരിക്കുമ്പോഴാണ് നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്ത് തൗഹീദ് ശരിയാകുന്നത്. ഏതാണത്? ഇസ്ബാത്ത് നഫി. അഹ്സൻത്. അല്ലേ, ലാ ഇലാഹ എന്ന് പറയുന്നത് ആദ്യം നഫിയാണ്. ഒരു ഇലാഹുമില്ല, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒന്നും തന്നെ ഇല്ല. ഭൂമി ലോകത്തോ വാനലോകത്തോ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒന്നും തന്നെ ഇല്ല ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. അവിടെ ഇസ്ബാത്ത് ചെയ്യാണ്. അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ എന്ന് പറയാണ്. അത് അള്ളാഹു ഇലാഹുൻ എന്ന് പറയുന്നതിനേക്കാളും ശക്തിയുള്ള വാക്കാണ്. അല്ലെങ്കിൽ അള്ളാഹു ഇലാഹുൻ എന്ന് മാത്രം ഒരാൾ പറഞ്ഞത് കൊണ്ട് അംഗീകരിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തന്നെ പറയണം. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരാൾ പറയാണ് ഇവിടെ ഒരുപാട് ആരാധ്യന്മാരുണ്ട്, അതുപോലെ അള്ളാഹു ഇലാഹു, അള്ളാഹു ഒരു ആരാധ്യനാണ്, ഞാൻ അള്ളാഹുവിനെ എതിർക്കുന്നില്ല. ഇത് പല മുശ്രിക്കുകളും അംഗീകരിക്കാൻ തയ്യാറുള്ള കാര്യമാണ്. അവരിൽ പലരും അത് അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 33 കോടിയോ എത്രയോ ഉണ്ട്, അത്രയും ദൈവങ്ങളുണ്ട്, പുണ്യപുരുഷന്മാരുണ്ട്, അവരെല്ലാം ഞങ്ങൾ ആരാധിക്കുന്നു. അതോടൊപ്പം ഒരു അള്ളാഹുവിനെയും ഒരു മുഹമ്മദിനെയും ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്നതിൽ അവർ വിചാരിച്ച് മുഹമ്മദിനെ ഇസ്ലാമിൽ ആരാധിക്കുന്നുണ്ട് എന്നാണ്. അതിന് കൂട്ടുന്നതിന് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രശ്നം നിങ്ങളാണ്, നിങ്ങൾക്ക് ആരെയും പറ്റൂല എന്നാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ആ ഒരു കാര്യം മാത്രം എന്നുള്ള കാര്യം തന്നെയാണ് മുശ്രിക്കുകൾക്ക് എല്ലാ കാലത്തും പ്രശ്നം. അള്ളാഹ് മാത്രം എന്ന് പറയുന്നത് അതാണ് പ്രശ്നം. എല്ലാവരെയും ആയിക്കോട്ടെ, എല്ലാവരെയും നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറയണം. എന്നാൽ ദീൻ ഇസ്ലാം അള്ളാഹു ഇലാഹുൻ, അള്ളാഹും ഒരു ആരാധ്യനാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇലാഹുകളോടൊപ്പം അള്ളാഹുവിനെയും കൂടെ കൂട്ടലല്ല. മറിച്ച് ആദ്യം തന്നെ പറയുന്നത് ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള
ആരും തന്നെ ഇല്ല ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ എന്നാണ്. അതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ തൗഹീദിന്റെ പ്രധാനപ്പെട്ട 2 റുക്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്ന് നഫിയും ഇസ്ബാത്തും. ഈ ആയത്തിൽ എവിടെയാണ് അത് വന്നിട്ടുള്ളത്? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ബാത്ത് വന്നു. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിന് പുറമെ സർവ്വതിനെയും ഒഴിവാക്കുക, വെടിയുക എന്ന് പറഞ്ഞപ്പോൾ നഫി വന്നു. ലാ ഇലാഹ ഇല്ലല്ലയിൽ ആദ്യം ലാ ഇലാഹ നഫി, ഇല്ലല്ലാഹ് ഇസ്ബാത്താണ്. ഇവിടെ നേരെ തിരിച്ചു വന്നു. അനിഅ്ബുദുല്ലാഹ് ഇസ്ബാത്ത് ആദ്യം വന്നു, സ്ഥിരീകരിച്ചു അള്ളാഹിനെ മാത്രം ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹ്ക്ക് പുറമെയുള്ള സകലതിനെയും നിഷേധിക്കണം. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ തൗഹീദ് പറയുന്നുണ്ടോ അവിടെ ഈ 2 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഈ 2 കാര്യങ്ങളും നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അള്ളാഹിനെ മാത്രം ആരാധിച്ചുകൊണ്ട് കാര്യമില്ല, മറിച്ച് അള്ളാഹ്ക്ക് പുറമെയുള്ള സകലതിനെയും നമ്മൾ നിഷേധിക്കണം. വജ്തനിബുത് താഗൂത്ത് എന്നാണ് പറഞ്ഞത്. നോക്കൂ, നമ്മൾ എന്നും ഓതുന്ന സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുൽ കുർസി, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ. അപ്പോൾ ആരാണ് താഗൂത്തുകളെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്? 2 കാര്യം പറയുന്നുണ്ട്. ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ്, താഗൂത്തുകൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെ നിഷേധിക്കുകയും വയുമിൻ ബില്ലാഹ് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ, ബലവത്തായ കയറിൽ അപ്പോഴാണ് അവൻ പിടിച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ആ 2 കാര്യങ്ങളും നിർബന്ധമാണ്. ആ 2 കാര്യങ്ങളും നിർബന്ധമാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കൾ മുഴുവനും ആ കാര്യം തന്നെ ദഅവത്ത് ചെയ്തത്. അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അടുത്ത ആയത്ത് വഖൗലുഹു വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അൽ ആയ, അൽ ആയ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ ചില മത്തനുകളിൽ അൽ ആയ, അൽ ആയത്ത എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ വായന. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്മിൽ അൽ ആയത്ത്, അങ്ങനെയാണ് ഈ ആയത്ത് പൂർത്തിയാക്കുക എന്നാണ്. അഥവാ ആയത്ത് പൂർണ്ണമായും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മത്തനിൽ അദ്ദേഹം ചുരുക്കുന്നതിന് വേണ്ടി ആ ഭാഗം അവിടെ കൊടുക്കുകയാണ്, പ്രധാനപ്പെട്ട ഭാഗം കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആയത്ത് ശരിക്കും പൂർണ്ണമായി വായിക്കണം എന്നുള്ള ഒരു താല്പര്യമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അൽ ആയ, ആ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പൂർണ്ണമാക്കുക, പൂർത്തിയാക്കുക എന്നാണ് പറയുന്നത്. കിതാബു തൗഹീദിൻ്റെ ചില നുസ്ഖകളിൽ, ചില കോപ്പികളിൽ ഈ ആയത്ത് പൂർണ്ണമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ശാരിഹ്യങ്ങൾ വിശദീകരിക്കുന്നവർ പറയുന്നത്. വേറെ ചിലർ പറഞ്ഞു ഇങ്ങനെ ഈ 2 രൂപത്തിലും വന്നിട്ടുണ്ട് എന്നാണ്. ശരി, ഈ ആയത്തിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത് ഇത് ഖുർആനിലെ മുഹ്കമായ ആയത്തുകളിൽ പെട്ടതാണ് എന്നാണ്. ഖുർആനിൽ മുഹ്കമായതും മുതശാബിഹത്തുമായതുമായ ആയത്തുകളുണ്ട്. മുഹ്കമായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾക്കും ഒരു നിലക്കും അതിനെ ദുർവ്യാഖ്യാനിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരൊറ്റ വജ്ഹ് മാത്രം, അതായത് ഒരൊറ്റ താല്പര്യം മാത്രം നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, അങ്ങനെയുള്ള ആയത്തുകളാണ് എന്നാണ് പറയുന്നത്. അത് 2 അഭിപ്രായം പറയാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഒരു ദുർവ്യാഖ്യാനക്കാരനും അവിടെ ഒരു ദുർവ്യാഖ്യാനത്തിന് പഴുതുണ്ടാവുകയില്ല. അങ്ങനെയുള്ള മുഹ്കമായ ആയത്തുകൾ ഖുർആനിലുണ്ട്. എന്നാൽ മുതശാബിഹത്തായ ആയത്തുകളുമുണ്ട്, അതായത് 2 നിലക്കും വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളത്. ഇത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇമ്രാനിൻ്റെ ആദ്യത്തെ പേജിൽ അത് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹ്കമായതും മുതശാബിഹത്തുമായത് ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. എന്തിനാണ്? അത് ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ എന്ത് ചെയ്യും? ഹൃദയത്തിൽ നേരെ പോകേണ്ട, സിറാത്തുൽ മുസ്തഖീമിൽ പോകേണ്ടതില്ല, അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകൾ ഇത്തരത്തിലുള്ള മുതശാബിഹത്തായ ആയത്തുകൾ പിൻപറ്റി അങ്ങനെ വ്യാഖ്യാനിച്ച് എവിടെയെങ്കിലൊക്കെ പോയി കളയും. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന ഉലമാക്കൾ എന്ത് ചെയ്യും? ഇത്തരം മുതശാബിഹുകളെ കണ്ടാൽ, അഥവാ 2നും സാധ്യത തോന്നുന്ന വല്ല ആയത്തും ഉണ്ടെങ്കിൽ അത് മുഹ്കമായ ആയത്തിലേക്ക് മടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കാണ് കൂടുതൽ അറിയുക എന്ന് പറയും. അതല്ലാതെ അതിൻ്റെ പിന്നാലെ പോയി ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ ചെയ്യുകയില്ല. പലപ്പോഴും ഇവിടെയുള്ള ശിർക്കിൻ വാദികൾ അതാണ് ചെയ്യുക. അവർക്ക് ഏതെങ്കിലുമൊക്കെ ബിദ്അത്തുകളെ ന്യായീകരിക്കണമെങ്കിൽ ഇങ്ങനെ ഓതിയാൽ 2നും സാധ്യത തോന്നുന്ന വല്ല ആയത്തുമുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും എടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ വല്ല ഭാഗമൊക്കെ ഓതും. എന്നാൽ മുഹ്കമായിട്ടുള്ള അള്ളാഹ് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹ്ക്ക് പുറമെ ഒന്നിനെയും ആരാധിക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല 100 കണക്കിന് ആയത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അത്തരം മുഹ്കമായ ആയത്തുകളെ ഒന്നും തിരിഞ്ഞു നോക്കുകയില്ല. എന്നിട്ട് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ, അത് തന്നെ തെളിവല്ല അവർക്ക്, അതെല്ലാവർക്കും സംശയമുള്ള കാര്യവുമല്ല. അത് ഇൽമ് റാസിഖായ നല്ല ആഴത്തിലുള്ള ഇൽമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ തഅ്വീൽ, അതിൻ്റെ വ്യാഖ്യാനം അറിയാം. പക്ഷെ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി, ഇഷ്കാൽ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം ആയത്തുകളുമായി ആളുകൾ പോകുന്നതായിരിക്കും. അത് അള്ളാഹിൻ്റെ ഒരു പരീക്ഷണം തന്നെയാണ്.
റബ്ബ് സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണം തന്നെയാണെന്നാണ്. അപ്പോൾ ഇത് മുഹ്കമായ ആയത്താണ്. എന്താണ് ഈ മുഹ്കമായ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ആയത്തിൽ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നോക്കൂ, ഈ വാക്ക് വഖളാ, വഖളാ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിധിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഖലാഉകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഖലാഉൻ കൗനി, പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ വിധിയുണ്ട്. രണ്ട് ഖലാഉൻ ശർഈ, ശർഈയായ ദീനിൻ്റെ താല്പര്യമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല വിധിയുണ്ട്. എന്നാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഈ ആയത്ത് നമ്മൾ ശരിക്കും ചിന്തിക്കുക. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വിധിച്ചിരിക്കുന്നു, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് രണ്ടിനും എതിരായിട്ട് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളോട് ആരാധിക്കുന്നവരെയും കാണുന്നുണ്ട്, മാതാപിതാക്കളോട് ഒരു നന്മയും ചെയ്യാത്തവരെ ഉപദ്രവിക്കുന്നവരെയും കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വിധിയുടെ താല്പര്യം? പണ്ഡിതന്മാർ അള്ളാഹു സുബ്ഹാനഹു വതആല വിധിയെക്കുറിച്ച് കൃത്യമായി നമുക്ക് പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ വിധി ഒന്ന് ഖലാഉൻ കൗനിയാണ്, പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ വിധിയുണ്ട്. അത് അള്ളാഹു ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു മാറ്റം അതിനെതിരായി ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ സൂര്യൻ കിഴക്കുദിക്കും പടിഞ്ഞാറ് അസ്തമിക്കും, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ഒരു നിയമമാണത്. അതിനെതിരായി സൂര്യനോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ വിചാരിച്ചാലോ അതിനെതിരെ ചെയ്യാൻ സാധിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി അങ്ങനെയാണ്. അതിൽ നിന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. രോഗങ്ങളും മറ്റുമൊക്കെ പലതും അള്ളാഹു ഉദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് കാര്യങ്ങൾ അത് വരുന്നതായിരിക്കും. രണ്ടാമത്തത് ഖലാഉൻ ശർഈ ഉണ്ടാകും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിന് വേണ്ടി നിശ്ചയിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിയാണ്. ഇങ്ങനെ അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് അള്ളാഹുവിൻ്റെ താല്പര്യം, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെതിരെ ചെയ്യാനും ഒരാൾക്ക് സാധിക്കും, പക്ഷെ അത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ജീവിക്കുമോ, അതല്ല തെമ്മാടികളായി കാഫറുകളായി നിഷേധികളായി പോകുമോ എന്നുള്ള അള്ളാഹുവിൻ്റെ വിധിയാണ്. നമ്മൾ നേരത്തെ ലാമിൻ്റെ കാര്യത്തിൽ പറഞ്ഞതിനോട് സാദൃശ്യമുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഇവിടെ ഇത് ഖലാഉൻ ശർഈയാണ്, അഥവാ ദീനീപരമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയാണ്. ഇതൊരാൾക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ അവസരം കൊടുക്കുന്നുണ്ട്. രണ്ടിനും ഒരാൾക്ക് സാധിക്കും. ഒരാൾക്ക് തെമ്മാടിയായി ഇവിടെ ജീവിക്കാൻ സാധിക്കും, ഒരാൾക്ക് ഏറ്റവും വലിയ നിഷേധിയായി ജീവിക്കാൻ സാധിക്കും. ഈ ആയത്തിനെതിരായിട്ടും ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കും. എന്നാൽ മുഅ്മിനീങ്ങൾ ഈ ആയത്ത് അള്ളാഹുവിന് താല്പര്യമുള്ള, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കി ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് മുഅ്മിനീങ്ങളോടാണ് ഈ ആയത്ത്. എന്താണ് മുഅ്മിനീങ്ങളോട് പറയുന്നത്? വഖളാ റബ്ബുക്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഇവിടെയും പണ്ഡിതന്മാർ ദഖീഖായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫായിദ പറയുന്നു. വഖളാ റബ്ബുക് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. വഖളല്ലാ എന്നിവിടെ ഉപയോഗിച്ചില്ല. എന്ന് വെച്ചാൽ നിന്റെ റബ്ബ് പറയുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിക്കുന്ന, നിനക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ പോലും ഈ ആയത്ത് കേൾക്കുമ്പോൾ പോലും നിനക്ക് വേണ്ട സർവ്വതും നിനക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന മുൻഇമായ അനുഗ്രഹദാതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അനിഅ്ബുദുല്ലാഹ് അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അങ്ങനെയുള്ള റബ്ബായ അല്ലാഹു തആല പറയാണ്, ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. കാരണം അവൻ റബ്ബാണ്. അങ്ങനെ റബ്ബ് വേറെ ഇല്ല. വേറൊരു റബ്ബുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൻ ഇബാദത്ത് ചെയ്യാമായിരുന്നു, സാധിക്കുകയില്ല. അങ്ങനെ ഒരു റബ്ബില്ല. അതുകൊണ്ട് അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അവനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് പറഞ്ഞ ആയത്ത് ബാക്കി അങ്ങോട്ട് പോകുകയാണ്. നോക്കൂ, ഇവിടെയും നിങ്ങൾ നോക്കൂ, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്. ഇവിടെയും ഈ രണ്ട് റുക്കിനുകൾ നമുക്ക് കാണാൻ പറ്റും. നഫീന്റെയും ഇസ്ബാത്തിന്റെയും കാണാൻ പറ്റും. അല്ലാ തഅ്ബുദു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? നഫിയാണ്. നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഇല്ല ഇയ്യാഹു, അവനെ അല്ലാതെ. അവിടെ ഇസ്ബാത്താണ്. അവിടെ ഇസ്ബാത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയുന്നത്. വഖളാ റബ്ബുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ. അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അവനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം. അല്ലാ തഅ്ബുദു, നഫി പറഞ്ഞു, ഒന്നിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഇല്ലാ ഇയ്യാഹ്, അവനെ മാത്രമല്ലാതെ എന്ന് വളരെ കൃത്യമായി ഈ ആയത്തിലും പറയാണ്. ശേഷം പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം എന്നാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. നോക്കൂ, ഇവിടെ റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യരുടെ ഹക്കുകളാണ് പറയുന്നത്. മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ടതായ ബാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും വലിയ ബാധ്യത അള്ളാഹുവിനോടാണ്. ആ ബാധ്യതയാണ് ആദ്യം പറയുന്നത്.
അഥവാ അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. അതിനുശേഷം മാത്രമേ എന്തു ബാധ്യതയും നമുക്ക് ദുനിയാവിലുള്ളൂ. നമ്മുടെ മാതാപിതാക്കളുടെ ബാധ്യത പോലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. സൂറത്തുൽ ലുഖ്മാനിൽ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇനി അവർ രണ്ടുപേരും എന്നിൽ പങ്കു ചേർക്കുന്ന കാര്യം വല്ലതും പറയുകയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, അവരനുസരിക്കാൻ പാടില്ല. കാരണം അള്ളാഹിന്റെ ഹക്കാണ് ഏറ്റവും വലിയ ഹക്ക്. അത് കഴിഞ്ഞിട്ട് ആരുടെ ഹക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹക്ക് തന്നെയാണ് ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു ഫായിദ അതാണ്. രണ്ടാമത്തെ ഫായിദ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഹക്കിനോടൊപ്പമാണ് മാതാപിതാക്കളോടുള്ള ഹക്ക് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നമ്മുടെ മാതാപിതാക്കളോട് എത്രമാത്രം നന്മയോടുകൂടി വർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതിന് തെളിവായി ഈ ആയത്ത് പണ്ഡിതന്മാർ പറയാൻ. കാരണം അള്ളാഹിൻ്റെ ഹക്കിനോട് ചേർത്തിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വാവ് ചേർത്തിട്ടാണ് പറയുന്നത്. ആൻഡ് വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹിൻ്റെ ഹക്ക് പറഞ്ഞ ഉടൻ അതേ ആയത്തിൽ നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നാണ്. അപ്പം എത്രമാത്രം നമ്മൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നതിൻ്റെ താല്പര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ഒരു ചോദ്യമായ ഇടയിൽ നമുക്ക് ചോദിക്കാം, നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക് എന്താ ഇവിടെ പറയാതിരുന്നത്? അള്ളാഹിനോടുള്ള ഹക്ക് പറഞ്ഞു, ശേഷം മാതാപിതാക്കളോട് ഹക്കിലേക്കാണ് പോയത്. അതിൻ്റെ ഇടയിൽ ഒരാളുണ്ട്. ഇതീ നമുക്ക് എത്തിച്ചു തന്ന നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ഇവിടെ പറയുന്നില്ല. എന്തുകൊണ്ടാണത്? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ആർക്കാണ് അറിയാം? എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കാതിരുന്നത്? അതെ, അള്ളാഹിനോടുള്ള ഹക്ക് തന്നെയാണ് അവൻ്റെ നബി അംഗീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയാതിരുന്നത്. കാരണം അള്ളാഹുവിനോടുള്ള ഹക്ക് ഇവിടെ പറഞ്ഞത് എന്താണ്? അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കാര്യം മുഹമ്മദുൻ റസൂലുള്ള ചേരാതെ അതെന്ത് ചെയ്യുകയില്ല, അത് സ്വഹീഹാവുകയില്ല, പൂർത്തിയാവുകയില്ല. ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. അത് പരസ്പരം പൂരകങ്ങളായ രണ്ട് വാക്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൻ റസൂലുള്ള. ഇത് രണ്ടും അംഗീകരിച്ചാൽ ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റുള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഒരാൾ പറയാണ്, ഞാൻ അള്ളാഹിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, എല്ലാ ദൈവങ്ങളെയും ഞാൻ നിഷേധിക്കും, പക്ഷേ മുഹമ്മദ് റസൂലുള്ള അതെനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. 1400 വർഷം നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഭൂമിയിൽ വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ അള്ളാഹുവിൽ നിന്നുള്ള വഹി ബോധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അത് ആ കാലഘട്ടത്തിലേക്ക് വല്ലതും പറഞ്ഞ വല്ല പരിഷ്കർത്താവുമായിരിക്കാം. എനിക്ക് ഈ കാലഘട്ടത്തിലും അത് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഏതെങ്കിലും ബുദ്ധിജീവികൾ പറഞ്ഞ് അങ്ങനെ ജീവിക്കാൻ മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. അവന് അള്ളാഹിനെ മാത്രം ആരാധിച്ചുകൊണ്ടും കാര്യമില്ല. അവൻ ശാശ്വത നരകാവകാശിയാണ്. അത് മുഹമ്മദ് റസൂലുള്ള അംഗീകരിക്കാതെ അവൻ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹക്ക് പറയുമ്പോൾ അത് റസൂലുള്ളാഹിനോടുള്ള ഹക്ക് എടുത്ത് അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. ഇനി വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞിട്ട് ആ മാതാപിതാക്കളുടെ ഹക്കാണ് ശേഷമുള്ള ആയത്തിൻ്റെ പൂർത്തീകരണവും അടുത്ത ആയത്ത്. അതുകൊണ്ട് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആയത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമ ഔ കിലാഹുമ. മാതാപിതാക്കളിൽ രണ്ടുപേർ അല്ലെങ്കിൽ ഒരാൾ പ്രായമാകുന്ന സമയത്ത് നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ഉഫ് എന്ന് പറയുന്ന വാക്ക് പോലും പറയാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ചേ എന്ന് പറയാറുണ്ട്. അതതിന് നേരെ തർജ്ജമയൊന്നുമല്ല. ഉഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരാളോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ചെറിയ വാക്കാണ് ഉഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചേ എന്ന് പറയാറുള്ളത്. നമ്മൾ ഷേ എന്ന് പറയില്ലേ? ചിലപ്പോൾ അത്രയും വേണമെന്നില്ല, ഷേ എന്ന് നമ്മൾ പറഞ്ഞാലും ശരി. അല്ലെങ്കിൽ ആ നിസ്സാര ഭാവത്തോടു കൂടി അവരോട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും ശരി, അത് പറയാൻ പാടില്ല. വല തൻഹർഹുമ, അവരോട് കയർത്ത് സംസാരിക്കാനും പാടില്ല. വഖുൽ ലഹുമ ഖൗലൻ കരീമ, മാന്യമായ വാക്കാണ് അവരോട് നിങ്ങൾ പറയേണ്ടത്. വഖ്ഫിൽ ലഹുമ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർ രണ്ടുപേർക്കും നിങ്ങൾ വിരിച്ചു കൊടുക്കണം, താഴ്ത്തി കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ, എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം, റബ്ബേ എന്നെ ഇരുവരും എൻ്റെ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവരെയും എന്ത് ചെയ്യണം, അവരോട് കാരുണ്യം കാണിക്കണം എന്ന് അള്ളാഹു താലയോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഇതിന് 5 ബാധ്യതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ മാതാപിതാക്കളോട് എങ്ങനെയാണ് ഇഹ്സാൻ ചെയ്യേണ്ടത്? അള്ളാഹു എന്നോട് വിധിച്ചിരിക്കുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന കൈഫ ഉഹ്സിനു വാലിദൈ, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എങ്ങനെ നന്നായി ജീവിക്കും എന്ന് ചോദിച്ചാൽ 5 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത് എന്നാണ്. ഒന്ന്, ബിബദ്ലിൽ മഅറൂഫ്, നന്മകൾ ചെയ്യണം. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നന്മകൾ ദുനിയാവിൽ നന്മയായി ഉണ്ടോ അതെല്ലാം മാതാപിതാക്കൾക്ക് ചെയ്യണം. അതിൽ ഇന്നത് എന്ന് പറഞ്ഞില്ല.
നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മാതാപിതാക്കൾക്ക് നിന്നെ സാധിക്കുന്നത് പോലെ ചെയ്യണം. സാധിക്കുന്നത് പോലെ നീ നന്മകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യണം. അത് ദീനീപരമായ നന്മകളുണ്ടാകും, ദുന്യവിയായ നന്മയുണ്ടാകും. ഏറ്റവും വലിയ നന്മയായ തൗഹീദ് അവർക്കില്ലെങ്കിൽ അത് എത്തിക്കാൻ നീ പരിശ്രമിക്കണം. ഏറ്റവും വലിയ നന്മയായ ദീനിൻ്റെ നിയമങ്ങൾ അത് അവർ പാലിക്കുന്നില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ നീ ഏറ്റവും നന്നായി പരിശ്രമിക്കണം. അതുപോലെ ഭൗതികമായി അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണം. അതാണ് വബിൽ വാലിദൈനി ഇഹ്സാന ബദ്ലുൽ മഅറൂഫ്. രണ്ടാമത് പറഞ്ഞത് കഫുൽ അദാ, അവരിലൊരു ഉപദ്രവവും നീ ഏൽപ്പിക്കാൻ പാടില്ല, ചെറുതാകട്ടെ വലുതാകട്ടെ. അള്ളാഹു രണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് ചെറിയ അദയാണ്, ചെറിയ കാര്യമാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ ഉഫ് എന്ന് പറയുന്ന, എന്ന് പറയുന്ന ഏറ്റവും നീരസത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ഒരു ഭാവപ്രകടനം പോലും അവരോട് പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും ഉയർന്ന, ഏറ്റവും മോശപ്പെട്ട അത കൂടി പറഞ്ഞു, വല തൻഹർഹുമ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. അതും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ കയർത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ഇറങ്ങിപ്പോയിക്കോളൂ, അല്ലെങ്കിൽ എന്നെ കൊണ്ടതൊന്നും വയ്യ, ഞാനതൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കയർക്കുന്ന സംസാരമാകട്ടെ, ഏറ്റവും എളുപ്പമായ നാളുകൾ വിചാരിക്കുന്ന അവർ ഇങ്ങനെയുള്ള വാക്കുകളാകട്ടെ, എന്നെ കൊണ്ട് വയ്യ. ഈ കാലഘട്ടത്തിൽ അത് വളരെയധികം കൂടിയിട്ടുള്ള കാര്യമാണ്. മാതാപിതാക്കളോട് വളരെ മോശപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്യില്ല, ഞാനൊന്നും ചെയ്യില്ല എന്ന രൂപത്തിൽ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്തിടത്തോളം കാലം മുഴുവൻ കാര്യങ്ങളും അവരെ അനുസരിക്കണം. കാരണം അതുമാത്രമാണ് ഒഴിവ്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ അള്ളാഹിനെ ധിക്കരിക്കാൻ പറഞ്ഞാൽ മാത്രം നീ അവരെ അനുസരിക്കാൻ പാടില്ല. പെൺകുട്ടിയോട് പറയണം ഹിജാബ് ധരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടതില്ല. കാരണം അള്ളാഹിനെ ധിക്കരിക്കലാണ്. പുരുഷനോട്, ആൺകുട്ടിയോട് താടി വടിക്കണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടതില്ല. നീ ജാറത്തിലേക്ക് വരണം, നീ ഇന്ന പള്ളിയിൽ പോയി നേർച്ചക്ക് കൊണ്ടുപോകണം, അവിടെ പൈസ ഇടണം, ഇതൊക്കെ അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമാണ്. അള്ളാഹിനെ ധിക്കരിക്കണം, അത് ചെയ്യണ്ട. പക്ഷെ അള്ളാഹിനെ ധിക്കരിക്കാത്ത കാര്യം അവർ പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അത് നിർബന്ധമായിട്ടും അത് നീ ചെയ്യണം. എത്രത്തോളം പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, നമുക്കറിയാം പുരുഷന്മാരുടെ വസ്ത്രം അത് അഫ്ളലായി പറയുന്നത് നിസ്ഫുസാക്കണം. ഒരു നാട്ടിലെല്ലാവരും കണങ്കാലിൻ്റെ മധ്യത്തിലാണ് ധരിക്കുന്നത് എങ്കിൽ അതേപോലെ ധരിക്കുക എന്നുള്ളതാണ് അഫ്ളൽ. ഒരു നാട്ടിൽ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അതാണ് അവിടെ അഫ്ളലായിട്ടുണ്ടാവുക. എന്നാൽ അവൻ നെരിയാണി വരെ അവന് വസ്ത്രം ധരിക്കാം. മാതാപിതാക്കളിൽ ഒരാൾ പറയാണ് നീ നിസ്ഫുസാക്ക് ധരിക്കേണ്ട, നെരിയാണി വരെ ധരിച്ചോളൂ. നീ മാതാപിതാക്കളെ അനുസരിക്കണം, നിർബന്ധമാണെന്നാണ് പറയുന്നത്. കാരണം നിസ്ഫുസാക്ക് വരെ ധരിക്കൽ വാജിബില്ല, സുന്നത്തേ ഉള്ളൂ. മാതാപിതാക്കളെ അനുസരിക്കൽ നിർബന്ധമാണ്. പക്ഷെ മാതാപിതാക്കൾ പറയുകയാണ് നീ നെരിയാണിക്ക് താഴെണം എന്ന് പറഞ്ഞാൽ അവിടെ അനുസരിക്കേണ്ടതില്ല. കാരണം അവിടെ ധിക്കാരമായി. അപ്പം ധിക്കാരമാവാത്തിടത്തോളം കാലം, അള്ളാഹിനെ ധിക്കരിക്കാത്തിടത്തോളം കാലം അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പം അത് ശരിക്കും നന്നായി മനസ്സിലാക്കേണ്ട ഫിഖാണ്. കാരണം ചില ആളുകൾ ദീനിലേക്ക് ആദ്യം വരുന്ന സമയത്ത് അവർക്ക് ദീനിനോട് നല്ല താല്പര്യങ്ങളും ആവേശം ഉണ്ടാകുന്ന സമയത്ത് മാതാപിതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ അവർ പെട്ടെന്ന് അംഗീകരിക്കുകയില്ല. ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, നീളമുള്ള കന്തൂറ ധരിക്കാൻ എൻ്റെ ഉമ്മ വിടുന്നില്ല, അതേപോലെ ഉമ്മ താടി വടിക്കാൻ പറയുന്നു. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ കന്തൂറ ധരിക്കുന്ന കാര്യം നിനക്ക് മാറ്റി വെക്കാം. നീ കന്തൂറ ധരിച്ചിട്ടില്ലെങ്കിലും നീ മുസ്ലിമാണ്, അത് നല്ലൊരു വസ്ത്രമാണ്, അത് നിനക്ക് നിർബന്ധമായ ഒരു കാര്യമല്ല. അത് ധരിക്കുകയാണെങ്കിൽ നല്ലതാണ്. നിന്റെ ഔറത്തൊക്കെ പൂർണ്ണമായി മറയുന്ന മനോഹരമായ ഒരു വസ്ത്രമാണ്. അത് നിന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഉമ്മ അത് ഒഴിവാക്കാൻ പറഞ്ഞാൽ നിനക്കത് ഒഴിവാക്കാവുന്നതാണ്. അത് ഒഴിവാക്കിയത് കൊണ്ട് നീ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരനാകുന്നില്ല. നീ ഔറത്ത് കൃത്യമായി മറയുന്ന മറ്റു വസ്ത്രം ധരിച്ചാൽ മതിയാകുന്നതാണ്. പക്ഷെ താടി വടിക്കാൻ പറഞ്ഞാൽ അത് നിനക്ക് അനുവദനീയമാവുകയില്ല. അത് അവരുടെ ഉമ്മയോട് ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തെളിവുകൾ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും? അതിൻ്റെ പേരിൽ ഉമ്മയോട് ചിലപ്പോൾ തറക്കും. ഉമ്മ ചിലപ്പോൾ അങ്ങനെയുള്ള ചില കാര്യം ഒഴിവാക്കാനാണ് പറയാം. അതിൻ്റെ പേരിൽ ഉമ്മയോട് കയർക്കും, ചിലപ്പോൾ മോശപ്പെട്ട രീതി സംസാരിക്കും. അത് വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അവർ നമ്മളിലേക്ക് കൂടുതൽ ഹക്കിലേക്ക്, സത്യത്തിൻ്റെ വഴിയിലേക്ക് എത്തുന്നതിന് ചിലപ്പോൾ തടസ്സമായി തീരും. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു അത് കഫുല്ലാതെ ഒരു നിരക്കുള്ള ഉപദ്രവം അവർക്ക് ഏൽപ്പിക്കാൻ പാടില്ല. 3 ഇദ്ഖാലു സുറൂർ, അവർക്ക് സന്തോഷം പകരുന്നതായ കാര്യം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ സംസാരം അവരോട് നടത്തണം. അവർ മനസ്സിന് കുളിർമ ഉണ്ടാകുന്ന സംസാരിക്കണം. പലപ്പോഴും പല ആളുകൾക്കും കുറവ് സംഭവിക്കുന്ന കാര്യമാണ്. ചില ആളുകൾ അങ്ങനെയുള്ള സംസാരിക്കാതിരിക്കാൻ പല കാര്യങ്ങളും അവർ തന്നെ അവരെക്കുറിച്ച് പറയും. ഞാൻ ഇൻട്രോവേർട്ടാണ്, അത് ഞാൻ അന്നതാണ്, ഞാൻ ഇന്നതാണ്, എനിക്ക് അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വർത്തമാനം അല്ല. നീ നിൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനം പറയുന്നത് അത് പുണ്യമുള്ള കാര്യമാണ്, പ്രതിഫലമുള്ള കാര്യമാണ്. അല്ല, ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്, അവരുടെ ക്യാരക്ടറുകളിലൊക്കെ വ്യത്യാസമുണ്ടാകും. നീ സാധിക്കുന്ന രൂപത്തിൽ നിൻ്റെ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കണം. അവരെ ബേജാറാക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന സംസാരങ്ങളല്ല നീ സംസാരിക്കേണ്ടത്. മനോഹരമായിട്ടുള്ള സംസാരങ്ങൾ,
അപ്പം അതിൽപ്പെട്ടതാണ് അവരോട് തന്നെ അവർക്ക് വേണ്ടിയുള്ള ദുആ, അവരുടെ മുന്നിൽ തന്നെ വെച്ചിട്ട് ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. നാലാമത്തെ കാര്യം അവരുടെ ബാധ്യതയിൽ എണ്ണി പറഞ്ഞത് വദ്ദുആഉ ലഹുമാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മളെപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും അവർ മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു ദുആയാണ്. കാരണം ദുആയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫലം ഉണ്ടാക്കുന്ന കാര്യം. അല്ലാഹുവോട് എപ്പോഴും ചെയ്യണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതേപോലെ പറഞ്ഞു വത്തവാദുഉ ലഹുമാ, അവരോട് വിനയം കാണിക്കണം. അല്ലാഹു തആല പറഞ്ഞല്ലോ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, അവരോട് വിനയം കാണിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ ആ ഉമ്മയോടുള്ള വിനയത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഒരു പണ്ഡിതൻ, പഴയ കാലത്ത് മുൻഗാമികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, അയാളിങ്ങനെ ദർശനത്തോണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്, ദർശനത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഉമ്മ വിളിച്ചു. ഉമ്മ ഒരു സാധാരണക്കാരിയ ഉമ്മയാണ്. ഉമ്മ വിളിച്ചു, ഇന്നയാൾ നീ ഇങ്ങോട്ട് വരി. എന്തിനാണ്? ഇവിടെ കോഴിയുണ്ട്, കോഴിക്ക് തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞു. ഉമ്മാക്കറിയില്ല ഈ ഇരിക്കുന്ന ദർസും ഈ വിദ്യാർത്ഥികളൊക്കെ വലിയൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഉമ്മാക്കറിയില്ല. ഉമ്മ വിളിക്കുകയാണ്, നീ വരി, അവിടെ തീറ്റ കൊടുക്കാനുണ്ട്, അവിടെ കോഴി കാത്തിക്കുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആളോട് ഞാനിപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ വർത്താനം കേട്ട് അവിടെ പോയി ആ കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത് തിരിച്ചു വന്നു എന്നാണ്. അല്ലാതെ ഇവിടെ ഞാൻ വലിയ ദർശനം നടത്തുകൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങളൊരു കോഴി എന്ന് പറഞ്ഞില്ല. മറിച്ച് അവർ ആ കാര്യം, കാരണം അവർക്ക് അവരുടെ വർത്തമാനത്തിൽ നമുക്കറിയാം അവർക്ക് എന്തുമാത്രം ആ വിഷയത്തിൽ അറിവ് കുറവായിരിക്കും, അല്ലേ? ഉമ്മക്ക് അറിവ് കുറവ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദർസ് നടക്കുമ്പോൾ ഒരു പണ്ഡിതനോട് ഒരിക്കലും തന്നെ അവിടെ വന്ന് അത് ചെയ്യുമെന്ന് പറയില്ല, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ആത്മീയത്തായിരിക്കും, ഒരു സാധാരണക്കാരിയായിരിക്കും, ഒരു നാടൻ ഉമ്മയായിരിക്കും. അവരാ നിഷ്കളങ്കമായി ആ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ പോലും ഉമ്മയെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ധിക്കരിക്കാതിരിക്കണം. അത് അവരുടെ ഫിഖ്ഹാണ്. അവർ മനസ്സിലാക്കി, ഞാനിവിടെ ചെയ്യുന്ന ഈ കാര്യത്തിനേക്കാളും എനിക്ക് പുണ്യമുണ്ടാകും ഞാൻ ഉമ്മയോട് വിനയം കാണിച്ച്, ഞാൻ വലിയ പണ്ഡിതനാണ്, എന്നോടാണോ ഈ പറയുന്നത്? നിങ്ങൾ ഉമ്മയാണെങ്കിൽ ശരി, ഞാൻ വലിയ പണ്ഡിതനല്ലേ എന്നല്ല, മറിച്ച് ഞാൻ ഉമ്മയെ അനുസരിക്കേണ്ടവരാണ് എന്ന് പറയാണ്. അതേപോലെ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരം മജ്ലിസുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഉപ്പയൊക്കെ കൂടെ ഉണ്ട് എങ്കിൽ നമ്മളൊരിക്കലും ഉപ്പ അങ്ങനെ അധികം പഠിച്ച ആളൊന്നുമല്ല, ഉപ്പ എവിടെ എവിടെ ഇരിക്കട്ടെ എന്നല്ല, നമ്മളോടൊപ്പം തന്നെ നമ്മൾ കൂടെ തന്നെ ഇരിക്കുകയും അങ്ങനെ ആളുകൾക്ക് മുന്നിൽ നമ്മുടെ ഉപ്പയൊക്കെ നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവരോടുള്ള വിനയം കാണിക്കുന്നതിന് ഭാഗമാണ്. അല്ല നമ്മളൊരു അഹങ്കാരികളായിട്ട് നമ്മൾ വലിയ കിബറിനായിട്ടാണ്. ഉപ്പ ഒരു സാധാരണക്കാരൻ, ഉപ്പ ഇങ്ങനത്തെ സദസ്സിലൊന്നും കൊണ്ടുവരാൻ പറ്റൂല എന്ന മനോഭാവം നമുക്ക് ഉണ്ടാവരുത്. ചിലപ്പോൾ ചെറിയ കുട്ടിയൊക്കെ അങ്ങനെ ഉണ്ടാവും. ഉപ്പക്ക് ഇങ്ങനത്തെ മോഡേൺ കാര്യങ്ങളൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഉപ്പ ഒരു പഴഞ്ചനാണ്. ഉപ്പ നല്ല ഷർട്ടും പാൻറ്റും ധരിക്കില്ല. ഉപ്പ ഒരിങ്ങനെ മുണ്ടും ഒരു സാധാരണ പാൻറ്റും ഒരു ഇസ്തിരിടാത്ത ഷർട്ടൊക്കെ ഇടുന്നതാണ്. അതെൻ്റെ ഉപ്പയാണെന്ന് തന്നെ പറയുന്നത് ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ ഉപ്പ എന്ന് പറയുമ്പോൾ അവനൊരു കൺസെപ്റ്റ് ഉണ്ട്. അവൻ എവിടെയൊക്കെ സിനിമയിലൊക്കെ കണ്ട പോലത്തെ നല്ല കോലത്തിലുള്ള ആളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരാളായ മതിയേനും എൻ്റെ ഉപ്പ എന്നാണ് ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. മറിച്ച് നമ്മൾ ചെറുതായ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് നമുക്ക് ചെയ്തു തന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മനുഷ്യൻ നന്ദി കെട്ടവനാണ് ദുനിയാവിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കളോട് കാണിക്കുന്ന നന്ദികേട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അള്ളാഹിനോട് പറയുന്ന ബാധ്യതകളോടൊപ്പൊക്കെ എടുത്ത് പറയുന്നത്. കാരണം മനുഷ്യൻ നന്ദി കെട്ടവരാകുന്ന നേരെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത്രയും ചെയ്തു തന്നിട്ട് അവസാനം ആ മാതാപിതാക്കളോട് കയർക്കുക, ആ മാതാപിതാക്കളോട് മോശമായി പെരുമാറുക. ആ മാതാപിതാക്കൾ വിചാരിച്ചില്ലെങ്കിൽ ചെറുതിൽ തന്നെ നിന്നെ കൊന്നു കുഴിച്ചും കൂടായിരുന്നു. ആരും അറിയാത്ത രൂപത്തിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ നൽകിയാൽ നിന്നില്ല. അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് അവരാണ് നിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ എത്തിച്ചു തന്നിട്ടുള്ളത്. അവരെല്ലാ കാര്യങ്ങളും നിനക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെയാണ് റബ്ബിൻ്റെ കാര്യത്തിലും നമുക്ക് സംഭവിക്കുന്നത്. അള്ളാഹുവാണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത്. എന്നിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥ ആളുകൾക്കുണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ ആയത്തിന് പാഠവുമായിട്ടുള്ള ബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ഉള്ള ബാധ്യതകളിൽ ആദ്യം എടുത്തു പറഞ്ഞത് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അവരെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവന് പുറമെ ഒന്നിനെയും ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്ന ഏറ്റവും വലിയ ഹക്കാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹദാ അല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.